എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ പുത്തൻ പുലരി മുഖ്യ വേദിയിൽ നിന്നാണ്. നിളയ്ക്ക് അടുത്താണ്, നിളാനദി തീരത്തല്ല, പക്ഷേ നിളയ്ക്ക് അടുത്താണ്. നിളയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേദി. നമുക്ക് കലോത്സവ വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഇന്നത്തെ എന്താണെന്ന് നോക്കാം. കൊല്ലം ചടയമംഗലത്ത് വാഹനാപകടത്തിൽ 2 മരണം. അപകടം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് 3 പേർക്ക് ഗുരുതര പരിക്ക്. വീണ്ടും ജീവനെടുത്ത് കാട്ടാന. മലപ്പുറം കരുളായയിൽ കാട്ടാന ആക്രമണത്തിൽ വനവാസി യുവാവിന് ദാരുണാന്ത്യം. പൂച്ചപ്പാറ കോളനിയിലെ മണിയാണ് മരിച്ചത്. പ്രദേശത്ത് വന്യജീവി ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. പാർട്ടിയിലും മുന്നണിയിലും അതൃപ്തി ശക്തം. ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കുന്നത് അടിത്തറ തകർക്കുമെന്ന് നേതാക്കൾ. സനാതനധർമ്മ അധിക്ഷേപത്തിൽ പ്രതിരോധത്തിലായി മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും. പാർട്ടിയിലും മുന്നണിയിലും അതൃപ്തി ശക്തം. ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കുന്നത് അടിത്തറ തകർക്കുമെന്ന് നേതാക്കൾ. കലോത്സവാവേശത്തിൽ അനന്തപുരി. സ്വർണ്ണക്കപ്പിനായി കണ്ണൂരും തൃശൂരും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. 2ാം ദിനം ജനപ്രിയ ഇനങ്ങൾ വേദിയിൽ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കച്ചമുറുക്കി BJP. പ്രധാനമന്ത്രി ഇന്ന് രാജ്യ തലസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് റാലിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. 12,200 കോടിയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കും. മുനമ്പ് താഞ്ഞടിക്കുന്ന പ്രതിഷേധ ജ്വാല. ഇന്ന് മുനമ്പം സമരപ്പന്തൽ മുതൽ വൈപ്പിൻ വരെ വാരാപ്പുഴ അതിരൂപതയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല. 25,000 പേർ പങ്കെടുക്കും. ക്ഷേത്രത്തിൽ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിച്ച് കോൺഗ്രസിന്റെ കാടത്തം. വടകര ഓർക്കാട്ടേരിയിലെ ഗണപതി ക്ഷേത്രത്തിൽ തേങ്ങയുടയ്ക്കുന്ന കല്ലും ബോർഡുകളും എടുത്തു മാറ്റി. പോലീസിനെ ഉപയോഗിച്ചുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ നീക്കത്തിൽ പ്രതിഷേധവുമായി ഭക്തർ. ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയയിലേക്ക് 162 റൺസിന്റെ വിജയലക്ഷ്യം. ഇന്ത്യ 2ാം ഇന്നിംഗ്സിൽ 157 പുറത്ത്. 6 വിക്കറ്റ് നേട്ടവുമായി സ്കോട്ട് ബോളണ്ട്.
ശരി അനിൽ, നമ്മൾ ഇന്ന് കലോത്സവ വേദിയിലാണ് നിൽക്കുന്നതല്ലേ. പക്ഷെ നമുക്ക് പതിവ് പോലെ തന്നെ സന്നിധാനത്തെ മറന്നുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ അവിടെ നിന്നാണ് എല്ലാ ദിവസവും രാവിലെ തുടങ്ങുന്നത്. അതുകൊണ്ട് ആദ്യം നമുക്ക് സന്നിധാനത്തേക്ക് പോകാം. അതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതെ, മണ്ഡല മഹോത്സവം നടന്നുകൊണ്ടിരിക്കുന്നു. മണ്ഡല മകരവിളക്ക് മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സന്നിധാനത്തെ വിശേഷങ്ങൾ എന്താണെന്ന് അറിയാം. അതെ, ശരണമെന്റെ അയ്യപ്പ. ശരണമെന്റെ അയ്യപ്പ പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം എവിഎ കോട്ടക്കൽ ആയുർവേദ. ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. കോ പവർഡ് ബൈ ഇനി എന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. മെറാൾഡ ഗോൾഡ്, ഡയമണ്ട്, ജെംസ്. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഹോസ്പിറ്റൽ ഇൻ അസോസിയേഷൻ വിത്ത് മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. രാമരാജനറിയാം മലയാളക്കര. അതെ, സന്നിധാനത്തേക്ക് എത്തുമ്പോൾ നമുക്കറിയാം നമുക്കവിടെ അഖിൽ പാലോട്ട് മഠം തുടരുന്നുണ്ട്. അഖിൽ, നമുക്കറിയാം ഇനി മകരവിളക്കിന്റെ നാളുകളാണ്. അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് എല്ലാവർക്കും. അതോടനുബന്ധിച്ച് തിരക്ക് അവിടെ വർദ്ധിക്കുന്നു എന്നറിയാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും കലോത്സവ വേദിയിൽ അല്ലേ നിൽക്കുകയാണ്. പക്ഷെ സന്നിധാനത്തെ വിശേഷങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അവിടെയുള്ള തിരക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ദീപിക, സ്വാമി ശരണം. കലോത്സവം ചെറിയ രീതിയിലെങ്കിലും മിസ് ചെയ്യുന്നെങ്കിലും അതിനപ്പുറത്തൊരു ആത്മസംതൃപ്തിയുണ്ട് ശബരിമല സന്നിധാനത്ത് നിൽക്കാൻ കഴിയുന്നതിൽ. എന്തായാലും ശബരിമല സന്നിധാനം ഭക്തജന തിരക്കിന്റെ അങ്ങേയറ്റത്തെ പ്രഭാതത്തിലേക്ക് പോവുകയാണ്. ഈ പ്രഭാതം പോലും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ 18-ാം പടി കയറി മുകളിലേക്ക് എത്തുമ്പോൾ പോലും ഫ്ലൈ ഓവറിലേക്ക് കടന്നു പോകുന്ന അവിടെ പോലും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ദിവസം കൂടിയായി ഇന്ന് മാറുകയാണ്. ഓരോ ദിനരാത്രങ്ങൾ കഴിയുമ്പോഴും, അതായത് ഇനി ഏകദേശം 9 ദിവസങ്ങൾ മാത്രമാണ് മകരവിളക്കിനായി ഉള്ളത്. ഏകദേശം 7 ദിവസം മാത്രമാണ് മകര തിരുവാഭരണം പന്തളം കൊട്ടാരത്തിൽ നിന്നും പുറപ്പെടാൻ ഉള്ളത്. എന്തായാലും ശബരിമല സന്നിധാനവും അതുപോലെ തന്നെ പരിസര പ്രദേശവും എല്ലാം തന്നെ വലിയ ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളിലേക്ക് കടന്നു പോകുകയാണ് എന്നുള്ള കാര്യത്തിൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. കാരണം മകരവിളക്ക് തൊഴുക എന്നുള്ളതാണ് ഓരോ അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും വലിയ ആനന്ദ നിർവൃതി ഓരോ അയ്യപ്പ ഭക്തനും നൽകുന്ന കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ മകരവിളക്ക് തൊഴുന്നതിലേക്ക് വേണ്ടി വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയായി മാറുകയാണ് ശബരിമല സന്നിധാനം. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ആ മകരവിളക്കിലേക്കായി വരും ദിവസങ്ങളിൽ ഇപ്പോൾ എല്ലാ ദിവസവും ഏകദേശം ലക്ഷത്തോളം അടുത്തുകൊണ്ടാണ് ശബരിമല സന്നിധാനത്തേക്ക് അയ്യപ്പ ഭക്തരെത്തുന്ന കണക്കുകൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഓരോ ദിവസം കഴിയും തോറും ഇന്നലെ ഏകദേശം 80,000-ഓളം അയ്യപ്പ ഭക്തരെത്തുന്ന ദിവസമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലാകട്ടെ 1 ലക്ഷത്തോളം അടുത്ത അയ്യപ്പ ഭക്തരെത്തിയ ദിവസങ്ങളായിരുന്നു. ഇന്ന് 1 ലക്ഷവും കടന്ന് മുകളിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തരുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അങ്ങകലെ ഫ്ലൈ ഓവറിൽ പോലും അയ്യപ്പ ഭക്തർ വലിയ രീതിയിൽ ക്യൂ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ ദിവസവും കഴിയും തോറും അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ് തന്നെയാണ് രാവിലെ അയ്യപ്പ ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങളുടെ ഈ തിരക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശബരിമല സന്നിധാനം മകരവിളക്കിനോട് അനുബന്ധിച്ച് മകരജ്യോതി കാണുന്നതിലേക്ക് വേണ്ടിയായി അനവധി അയ്യപ്പ ഭക്തർ ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശബരിമല സന്നിധാനം ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഓരോ അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം മകരസംക്രാന്തി തൊഴുക, വിളക്ക് തൊഴുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ആനന്ദം നൽകുന്ന കാര്യം, ആത്മവിശ്വാസം പകരുന്ന കാര്യം, ഭക്തിയുടെ പരകോടിയിലേക്ക് എത്തുന്ന നിമിഷമാണ് ഓരോ അയ്യപ്പസ്വാമിയെ സംബന്ധിച്ചിടത്തോളം മകരവിളക്ക് തൊഴുക എന്നുള്ളത്. എന്തായാലും ശബരിമല സന്നിധാനത്തേക്ക് ഭക്തജനങ്ങളുടെ വലിയ പ്രവാഹം തന്നെയാണ് ഉണ്ടാകുന്നത്. ദേവിക. യെസ് അനിൽ, നമുക്കറിയാം അല്ലേ, നമ്മൾ ഇന്ന് കലോത്സവ വേദിയിലാണ്, പ്രധാന വേദിയിൽ നിൽക്കുകയാണ്. എങ്ങനെയാണ് അനിലിന്റെ കലോത്സവ ഓർമ്മകൾ?
എനിക്ക് അന്നൊക്കെ യുവജനോത്സവമാണ്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യുവജനോത്സവമായിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവം എന്നായിരുന്നില്ല പേര്, സംസ്ഥാന സ്കൂൾ യുവജനോത്സവമായിരുന്നു. ജില്ലാ തലത്തിൽ വരെ ഞാൻ മത്സരിച്ചിട്ടുണ്ട്. അന്ന് എൻ്റെ പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് കഥാപ്രസംഗമായിരുന്നു. ഇപ്പം കഥാപ്രസംഗം പറഞ്ഞാൽ ഞാൻ ഇപ്പം അവതരിപ്പിക്കും. ഞാൻ അന്ന് ആംഗല മഹാകവി റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ വിശ്വവിഖ്യാതമായ ദ പൈഡ് പൈപ്പർ ഓഫ് ഹാമിലിൻ, ഹാമിലിൻ നഗരത്തിലെ കുഴലൂത്തുകാരൻ എന്ന കവിതയായിരുന്നു കഥാപ്രസംഗ രൂപേണ അവതരിപ്പിച്ചത്. അത് എൻ്റെ മാസ്റ്റർ പീസായിരുന്നു. ഒരു കാലത്ത് ഒരുപാട് വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അച്ഛൻ തന്നെയാണ്. ഞാനിപ്പോൾ അച്ഛനെ ഓർക്കുകയാണ്. അച്ഛനാണ് അന്ന് കഥാപ്രസംഗം എഴുതി തന്നത്. അറിയാമോ ആ കഥ? അതായത് കുഴലൂത്തുകാരൻ ആ എലികളെ മൊത്തം നശിപ്പിക്കുന്ന കഥ, അത് കവിത, അത് വളരെ മനോഹരമായിട്ട് കഥാപ്രസംഗ രൂപേണ അച്ഛൻ അവതരിപ്പിച്ചു. അത് അവതരിപ്പിക്കാനുള്ള ഭാഗ്യമുണ്ടായി. സംസ്ഥാന സ്കൂൾ യുവജനോത്സവം, സ്കൂൾ കലോത്സവം, അതൊക്കെ നമ്മുടെ വലിയ ഒരു സ്വപ്നമായിരുന്നു. സ്കൂൾ കലോത്സവത്തിൽ ഒന്ന് മാറ്റുരയ്ക്കുക എന്നുള്ളത് വലിയൊരു മാറ്റുരയ്ക്കാൻ പോലും തോന്നുന്നുണ്ടല്ലേ? തീർച്ചയായും. അതന്നെയാണ് ഞങ്ങൾ എല്ലാവരും കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകുന്ന ഒരു സ്ഥിതി വിശേഷവും കൂടി ഇവിടെ ഉണ്ട്. കാരണം നിളയിൽ നിൽക്കുമ്പോൾ മാത്രമല്ല MTയുടെ ഓർമ്മകൾ കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളത്. നിളയുടെ തീരത്ത് നിൽക്കുമ്പോൾ MTയുടെ ഓർമ്മകൾ അല്ലേ? അതെ. മലയാളത്തിന് വലിയ നഷ്ടമാണ് MTയുടെ വിയോഗം. MTയെ ഓർക്കുന്നു ഈ സമയത്ത്. ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് മഴ പെയ്തതുകൊണ്ട് ഇതാ ഈ ഗ്രൗണ്ടിൽ, സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഈ ഗ്രൗണ്ടിൽ മൊത്തം വെള്ളക്കെട്ടാണ്, ചെളിയാണ്. പക്ഷെ നമ്മൾ അതൊന്നും വകവയ്ക്കുന്നില്ല. നമ്മൾ കലയുടെ ആവേശത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ചയാകുമ്പോൾ ഇന്ന് അവധി ദിനമായതുകൊണ്ട് രാവിലെ തൊട്ട് ആളുകൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ കോഴിക്കോട്ട് നിന്നുള്ള ടീമാണെന്ന് തോന്നുന്നു, ഒപ്പന ടീമാണെന്ന് തോന്നുന്നു. അവരാണിപ്പോ ഇങ്ങോട്ടേക്ക് കടന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ടിൻഡു മിഥുൻ അയ്യപ്പനും അവിടെ നിൽപ്പുണ്ട്. നമ്മളെ പോലെ തന്നെ ആവേശത്തിലാണ് അവരും. അവരിലേക്ക് എത്താമെന്ന് തോന്നുന്നു. തീർച്ചയായും നമ്മുടെ ടീം വളരെ സജീവമാണ്. ടിൻഡു മിഥുൻ ഇന്നലെ തൊട്ട് വളരെ സജീവമായിട്ട് അവർ ഈ ഫീൽഡിൽ ഉണ്ട്. നമുക്ക് ആദ്യം ടിൻഡുവിലേക്ക് പോകാൻ തോന്നുന്നു അല്ലേ? അതെ. ടിൻഡുവിനോട് ആഞ്ഞു പിടിച്ച 2 ചോദ്യങ്ങൾ. അതെ, ടിൻഡു, നമുക്കറിയാം ഇന്നലെ പഴയിടത്തിന്റെ കലവറയിലാണ് ടിൻഡുവിന് ഏറ്റവും കൂടുതൽ സമയം നമ്മൾ കണ്ടത്. രാവിലെ പുട്ടും കടലയും, ഉച്ചയ്ക്ക് സദ്യ, വൈകുന്നേരത്തെ കാപ്പി എല്ലാം കഴിച്ച് ടിൻഡു വളരെയധികം സന്തോഷവതിയായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ടിൻഡു, ഇന്നും കലവറയിലേക്കാണോ ആദ്യം പോകുന്നത്? ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? വേദിയിലെ വിശേഷങ്ങളാണ്. അനിൽ, ദേവിക, ഞങ്ങളിപ്പോൾ കലവറയിലല്ല, പക്ഷേ ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ, നിങ്ങൾ നിൽക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. രാവിലെ ഇന്നലെ രാത്രി മുഴുവൻ നല്ല മഴയായിരുന്നല്ലോ. അപ്പോൾ ഒരു ചായ കുടിച്ചങ്ങ് തുടങ്ങാമെന്ന് കരുതി നിൽക്കുമായിരുന്നു. ഇനിയിപ്പോൾ കലോത്സവത്തിന്റെ തിരക്കിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണല്ലോ. ടിൻഡു, ഇന്നലെ കലവറയുടെ വിശേഷങ്ങളെ കുറിച്ചാണ് ദേവിക ചോദിച്ചത്. ഇന്നലെ കാബേജ് അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് അരിയാൻ എന്ത് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? അതുപോലെ തന്നെ ഇന്നലെ ഭക്ഷണം കഴിച്ചു കാണുമല്ലേ? എനിക്ക് സാധാരണ പുട്ട് ഇഷ്ടമല്ല. രാവിലെ ചെന്നപ്പോ പുട്ടായിരുന്നു, പുട്ട് കഴിച്ചില്ല. നന്നായിട്ട് തള്ളാറുണ്ടല്ലോ. തള്ളാറുണ്ട്, പുട്ട് ഇഷ്ടമല്ല. പക്ഷെ എന്റെ അടുത്ത് പായസം കുടിച്ചിട്ട് പോകാൻ ചീഫ് ഇതിന്റെ അറിയാല്ലേ, എപ്പോഴും വിളിയാണ്. പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് പായസം കുടിക്കാൻ പറ്റിയില്ല. ഇന്ന് എന്തായാലും ഒരു 9:30 മണിയാകുമ്പോഴത്തേക്ക് കലവറയിലോട്ട് പോകണം. അപ്പൊ എന്തായാലും അവിടെ എന്തെങ്കിലുമൊക്കെ കാണും. അതൊക്കെ ഒന്ന് വട്ടം കുട്ടി അതിന്റെ കൂടെ ഒക്കെ നിന്ന് ഒന്ന് അടുക്കളയിൽ ഒന്ന് ഇറങ്ങി വന്നാൽ എനിക്കൊരു സുഖം കാണുള്ളൂ രാവിലെ. അപ്പൊ രാവിലെ ഒന്ന് എന്തായാലും ഒരു 9:30 മണിയാകുമ്പോൾ ഒന്ന് അടുക്കളയിലേക്ക് പോവാന്നാണ് വിചാരിക്കുന്നത്. സത്യത്തിൽ ഇത് ചീഫിനുള്ള ഒരു നിർദ്ദേശമാണ്. ഇനി കലവറയിലേക്ക് ടിൻഡു എത്തിക്കഴിഞ്ഞാൽ വിളിച്ച് ശല്യം ചെയ്യരുത്, ആ പായസം കഴിക്കാനുള്ള അവസരങ്ങളും കൊടുക്കണമെന്നാണ് ടിൻഡു ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ടിൻഡു, ഇന്നിപ്പം കലവറ വിടൂ. ഇന്നിപ്പോൾ ഏറ്റവും ഇന്നലെ ഏതാണ്ട് പ്രധാനപ്പെട്ട ഗ്ലാമർ ഇനങ്ങളായിട്ടുള്ള ഇനങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു നിലവാരമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് നമുക്ക് 249 ഇനങ്ങളാണ് ഉള്ളത്. അതിൽ 249 ഇനങ്ങളിൽ 58 ഇനങ്ങൾ ഇന്നലെ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ശേഷിക്കുന്നത് 191 ഇനങ്ങളാണ് ഇനി ശേഷിക്കുന്നത്. ഇനി വരുന്ന 4 ദിവസങ്ങളിൽ നിന്നായി ഈ 191 ഇനങ്ങൾ കൂടി പൂർത്തിയാക്കുമ്പോൾ ഈ കലാകിരീടത്തിൽ ആര് മുത്തമിടും, അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കപ്പ് ആര് സ്വന്തമാക്കും എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ തീരുമാനമാകും. നമുക്കറിയാം, അനുനിമിഷം സങ്കീർണതകൾ നിറഞ്ഞ, സസ്പെൻസുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവ വികാസങ്ങളിലേക്കാണ് ഇനി കലോത്സവ വേദി കടന്നു പോകാനിരിക്കുന്നത്. വലിയ വാശിയോട് കൂടിയുള്ള പോരാട്ടം തന്നെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു പോയിന്റിലേക്ക് നോക്കുമ്പോൾ കണ്ണൂർ ജില്ല, അതായത് കണ്ണൂർ ജില്ല, നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള കണ്ണൂർ ജില്ല 215 പോയിന്റുകളുമായി മുന്നിട്ട് നിൽക്കുകയാണ്. തൃശ്ശൂർ
അതായത് എൻ്റെ നാടായിട്ടുള്ള തൃശ്ശൂർ. ഇന്നലെ ഞാൻ പറഞ്ഞു തൃശ്ശൂർ അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. തിരുവനന്തപുരം കുറച്ച് ലേറ്റ് ആയിട്ട് എന്നാലും നമ്മൾ മുന്നോട്ട് വരും. പക്ഷെ ഒരുപാട് ലേറ്റ് ആയിട്ട്. ഇപ്പൊ തിരുവനന്തപുരം എത്രാം സ്ഥാനത്താണെന്ന് അറിയാമോ? ഞങ്ങൾ ഇന്നലെ ഒരു 6-7 ഞങ്ങൾ പതുങ്ങുന്നത് കുതിക്കാനായിരിക്കും. എന്നാലും പറ, എത്രയായിരിക്കും തിരുവനന്തപുരം ഇപ്പൊ എനിക്കത് 7ാം സ്ഥാനമാണ് തോന്നുന്നു, 7ഓ 8ഓ ആണ് തോന്നുന്നു. 7ഉം 8ഉം അല്ല, 9ാം സ്ഥാനത്താണ് തിരുവനന്തപുരം. 199 പോയിന്റുമായി 9ാം സ്ഥാനത്താണ് തിരുവനന്തപുരം നിൽക്കുന്നത്. കണ്ണൂർ നേരത്തെ പറഞ്ഞ പോലെ 1ാം സ്ഥാനത്തുണ്ട് 215 പോയിന്റുകളുമായി. തൃശ്ശൂർ 214 പോയിന്റുകളുമായി 2ാം സ്ഥാനത്ത്. കോഴിക്കോട് തൊട്ടുപുറകെ, തൃശ്ശൂർ തൊട്ടുപുറകെ 213. 1ഉം 2ഉം 3ഉം സ്ഥാനങ്ങളുമായി ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടം ആദ്യ ദിനം തന്നെ ആരംഭിച്ചു എന്നുള്ളതാണ്. സാധാരണ ആദ്യ ദിനമൊക്കെ ഒരുപക്ഷെ ഈ രചനാ മത്സരങ്ങളും അതുപോലെ തന്നെ ഈ സംഘനൃത്തവും മോഹിനിയാട്ടവും അടക്കമുള്ള ഗ്ലാമർ ഇനങ്ങളും എല്ലാം തന്നെ ഒന്നിച്ചു നടക്കുന്നതിനാൽ ഏതെങ്കിലും ജില്ലകൾക്ക് ഒരു മേധാവിത്വം ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത്തവണ ആദ്യ ദിനം തന്നെ അതിശക്തമായിട്ടുള്ള ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടം നടക്കുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ആലപ്പുഴ 4ാം സ്ഥാനത്തുണ്ട്. ആലപ്പുഴയും പാലക്കാടും, അതായത് ആലപ്പുഴ ഇന്നലെ 1ാം സ്ഥാനമായിരുന്നു. ഇന്നലെ അവർ ലീഡ് ചെയ്ത് നിന്നു, ഇന്ന് പിറകിലോട്ട് പോയി. കാരണം അവസാന മത്സര റിസൾട്ട് കൂടി വന്നപ്പോൾ 207 പോയിന്റുകളുമായി ആലപ്പുഴ 4ാം സ്ഥാനത്തും പാലക്കാട് 207 പോയിന്റ് തന്നെയാണുള്ളത്. കാരണം അയ്യപ്പൻ ടിൻഡു, ഞാൻ ചോദിക്കുന്നത് കേൾക്കാമോ? മിഥുൻ ടിൻഡു, ഞാൻ ചോദിക്കുന്നത് കേൾക്കാമോ? കേൾക്കാം. മിഥുൻ ടിൻഡു, യെസ്. അപ്പോൾ ഇന്നലെ എനിക്ക് തോന്നുന്നു ആദ്യ ദിനമായതുകൊണ്ടാണെന്ന് തോന്നുന്നു കലോത്സവത്തിന് വലിയ ആവേശമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു, അല്ലേ? മാത്രമല്ല ദേവിക, ഞാൻ ശ്രദ്ധിച്ചത് ഇന്നലെ പ്രധാന വേദിയിൽ ഭരതനാട്യവും മോഹിനിയാട്ടമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ആളുകളില്ല, അത് കാണാൻ ആളില്ല. പക്ഷെ സ്റ്റാർ ഇനങ്ങളാണ് ഇതെല്ലാം. ഭരതനാട്യം, മോഹിനിയാട്ടം, സംഘനൃത്തത്തിന് ആളുണ്ടായിരുന്നു. നമ്മുടെ വേദിയിലും സംഘനൃത്തത്തിന് ഒരുപാട് പേർ അണിനിരന്നു. പക്ഷെ ആദ്യമൊന്നും ഒരു തള്ളിക്കയറ്റം ഇല്ലായിരുന്നു എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നലെ കോഴിക്കോട് നിന്ന് വന്ന 1-2 പേരെടുത്ത് ഞാൻ സംസാരിച്ചു. അതായത് കോഴിക്കോടൊക്കെ വേദി നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പക്ഷേ തിരുവനന്തപുരത്തെ എന്തോ ഒരു പ്രശ്നമുണ്ട്. തിരുവനന്തപുരത്തുകാർ എല്ലാവരും ഇത് ശ്രദ്ധിക്കണമല്ലേ? നമ്മൾ ഈ വേദിയിലേക്ക് എത്തി അവരെ എത്തിയിട്ട് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. നിങ്ങൾ ഈ ചാനലുകളുടെ ഈ ഇതിന്റെ മുന്നിൽ വന്ന് തടിച്ചുകൂടി നിൽക്കാതെ നമ്മുടെ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കണം. തിരുവനന്തപുരത്തുകാരോട് പ്രത്യേകിച്ചൊരു അഭ്യർത്ഥനയുണ്ട്. മിഥുൻ ടിൻഡു, അങ്ങനെ തോന്നിയില്ലേ? അല്ലേ? വലിയൊരു ആവേശം ഇന്നലെ കണ്ടില്ല. പക്ഷെ അത് ഇന്ന് ഞായറാഴ്ചയാണ്, അവധിയാണ്. കൂടുതൽ പേർ കലോത്സവ നഗരിയിലേക്ക് ഒഴുകി എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലേ? ഇന്നത്തെ ഒരു എങ്ങനെയാണ് നിങ്ങൾ നോക്കി കാണുന്നത്? ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും അനിൽ, തീർച്ചയായിട്ടും തൃശ്ശൂർ കലോത്സവം മുതൽ റിപ്പോർട്ടിംഗ് രംഗത്ത് ഉണ്ട്. തൃശ്ശൂർ, കോഴിക്കോട്, അതുപോലെ തന്നെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, കഴിഞ്ഞ വർഷം നടന്ന കൊല്ലം, ഒപ്പം തന്നെ ഈ വർഷത്തെ തിരുവനന്തപുരം, ഇങ്ങനെ അതിനു മുമ്പ് പാർട്ടിസിപ്പൻ്റ് ആയിട്ടും അതുപോലെ തന്നെ മറ്റുള്ള രീതികളിലൊക്കെ തന്നെ കലോത്സവ വേദികളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന ഈ ആദ്യ ദിവസം തിരുവനന്തപുരം അത്ഭുതപ്പെടുത്തിയത് എന്തുകൊണ്ട് ആളെത്തുന്നില്ല എന്നുള്ള ചിന്തയോട് കൂടി തന്നെയാണ് എന്നുള്ളതാണ്. കാരണം പ്രധാന വേദിയിൽ നടക്കുന്നത് എപ്പോഴും ഗ്ലാമർ ഇനങ്ങളായിരിക്കും. ആദ്യ മണിക്കൂറുകളിൽ മോഹിനിയാട്ടമാണ് ഇന്നലെ നടന്നിരുന്നതെങ്കിൽ പിന്നീട് സംഘനൃത്തമാണ്. സംഘനൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിൻഡു അറിയാലോ, ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള മത്സരമാണ്. പെൺകുട്ടികളുടെ ഇത്രയും ഊർജ്ജമുണ്ടോ, ഇത്രയും ഭംഗിയോടെ എങ്ങനെ കളിക്കാൻ കഴിയുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ഇനമാണ്. ആ ഇനത്തിന് സംഘനൃത്തം കാണാൻ വേണ്ടി മാത്രമായിട്ട് കലോത്സവത്തിന് കിലോമീറ്ററുകളോളം, ജില്ലകളോളം താണ്ടിയെത്തുന്നവരെ എനിക്കറിയാം. അത്തരത്തിൽ സംഘനൃത്തം ഇവിടെ നടക്കുമ്പോൾ വളരെ കുറഞ്ഞ ആളുകളാണ്, കയ്യടികൾ വളരെ കുറഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്തിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. നഗരത്തിൽ കൂടുതൽ ജോലി ചെയ്യുന്നവരാണ്, ജോലിയുടേതായിട്ടുള്ള തിരക്കുണ്ട്. ഈ ഏതാണ്ട് 40 കിലോമീറ്ററിന് പുറത്താണ് ഒരു പക്ഷേ ഗ്രാമം വരുന്നത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒരുപാട് ആൾക്കാരും പുറത്തുനിന്ന് താമസിക്കുന്ന ടെക്കികൾ, അതുപോലെ തന്നെ ഗവൺമെന്റ് എംപ്ലോയീസ്, അങ്ങനെ വരുന്നവർക്ക് ഈ പറയുന്ന പോലെ ഇതിന് വേണ്ടി അവർ സമയം സ്പെൻഡ് ചെയ്യുമെന്ന് അറിയില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം കൂടി, ഈ സംഘനൃത്തത്തിന്റെ കാര്യം പറയുമ്പോൾ ഇന്നലെ നമുക്ക് ഏറ്റവും മനസ്സിലായി എല്ലാ കണ്ടന്റുകളായിരുന്നേ. നമ്മുടെ ഈ പ്രധാനപ്പെട്ട വേദിയായിട്ടുള്ള MD നിലയിൽ അവതരിപ്പിച്ച MDയുടെ പ്രധാനപ്പെട്ട 3 തിരക്കഥകൾ, വടക്കൻ വീരഗാഥ, അതുപോലുള്ള പ്രധാനപ്പെട്ട 3 തിരക്കഥകൾ എടുത്തുകൊണ്ട്, പെരുന്തച്ചൻ 3 തിരക്കഥകൾ എടുത്തുകൊണ്ട് ആ തിരക്കഥയെ ഓറിയന്റ് ചെയ്തുകൊണ്ട്
സംഘനൃത്തം. വിഷ്ണുമായ ഇന്നലെ മിഥുനോട് ചോദിച്ചു, വിഷ്ണുമായ മിഥുൻ അത് വേദിയുടെ ഫ്രണ്ടിൽ ഇരുന്നാണ് കണ്ടല്ലേ? ഞാനത് റിപ്പോർട്ടിങ്ങിനല്ലാതെ തന്നെ ആ വിഷ്ണുമായ സംഘനൃത്തം കാണാൻ തന്നെ ഉണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള നൃത്തമായിരുന്നു, വളരെ ചടുലമായിരുന്നു. നിറഞ്ഞ കൈയടികൾ ആ ടീമിന് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷവും അതിനു മുമ്പും അതിശക്തമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും അതിന്റെ ആർക്കാണ് ഒന്നാം സമ്മാനം കിട്ടിയത് എന്ന് അറിയില്ല. അത് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. പക്ഷേ എന്നിരുന്നാലും മനോഹരമായിട്ടുള്ള ഒരു നൃത്തം തന്നെയാണ്. നമ്മൾ തിരക്കിനെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ടിന്റിനോട് ചോദിക്കുകയാണ്, തിരുവനന്തപുരത്തുകാരിയായ ടിന്റിനോട് ചോദിക്കുകയാണ്, ഇന്ന് ഞായറാഴ്ചയാണ്, ഉദ്യോഗസ്ഥരാണ് തിരുവനന്തപുരത്ത് നഗരത്തിൽ എന്നുള്ളത് അംഗീകരിക്കുന്നു. ഞായറാഴ്ച അവധിയാണ്. ഇന്ന് ഞാനീ പറഞ്ഞതിനെ നാളെ രാവിലെ തിരുത്തി പറയിക്കാൻ പറ്റുന്ന രീതിയിൽ ആളുകളെ എത്തിക്കാൻ ടിൻഡു മേൽനോട്ടം വഹിക്കുവോ, അല്ലെങ്കിൽ ആ ഒരു മുൻകൈ എടുക്കുവോ? ഞാൻ മുൻകൈ എടുക്കും. എനിക്ക് ആഗ്രഹം അത് തന്നെയാണ്. എന്റെ നാട്ടിൽ വന്നിട്ട് ഇത്തിരി ആള് കുറയാന്ന് പറയുമ്പോൾ നമുക്ക് മിഥുനെ പോലെയുള്ള ആൾക്കാരാണ് ഞാൻ ഫേസ് ചെയ്യേണ്ടത്. ഈ ഫ്രെയിനപ്പുറം ഇവൻ നന്നായിട്ട് ആട്ടും. അപ്പോൾ അത്രയ്ക്ക് ആൾക്കാർ വരണമെന്നാണ് പ്രതീക്ഷ. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുള്ളത് തിരുവനന്തപുരത്ത് ഞായറാഴ്ച എന്ന് പറയുന്നത് വൈകുന്നേരമാണ്. എന്തായാലും ടിൻഡു ആ വെല്ലുവിളി ഏറ്റെടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ടിൻഡു തിരുവനന്തപുരത്തുകാരോടുള്ള ഒരു വെല്ലുവിളിയാണ്. തിരുവനന്തപുരത്തിൻ്റെ പ്രതിനിധിയായ ടിൻഡു ആ വെല്ലുവിളി ഏറ്റെടുക്കണം. ഇന്ന് കലോത്സവ നഗരിയിൽ കൂടുതൽ ആളുകളെ എത്തിക്കണം. യെസ്, അതൊരു ചാലഞ്ചാണ്. ദേവിക, നമുക്കിനി അടുത്തതായിട്ട് ഈ വർഷത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ്, ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ട ഇനങ്ങൾ കൂടി ഈ വർഷം വളരെ സന്തോഷമുള്ള ഒരു വാർത്തയായിരുന്നു. ഇന്നലെ മംഗലം കളി ലൈവായിട്ട് അത് കാണിക്കുകയും ചെയ്തു. അതെ, നമ്മുടെ റിപ്പോർട്ടർ മനോജ് ഏറ്റവും കൂടുതൽ ഈ മംഗലത്ത് കളിക്ക് എത്തിയ കുട്ടികളെ നമ്മളെ വേദിയിലേക്ക് എത്തിക്കുക കൂടി ചെയ്തു. പ്രേക്ഷകർക്ക് ഒരു പുതിയ അനുഭവം കൂടിയായിരുന്നു. അത്തരം ഗോത്ര കലകളെയാണ് നമ്മൾ പരിപോഷിപ്പിക്കേണ്ടത്. ഗോത്ര കലകൾ ആദ്യമായിട്ടാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സര ഇനത്തിൽ ഇടം പിടിക്കുന്നത്. ഗോത്ര കലകൾ കലോത്സവ വേദിയിലേക്ക് എത്തുമ്പോൾ പാരമ്പര്യമായി ആ കലാരൂപങ്ങളെ നെഞ്ചോട് ചേർത്ത ചിലരുണ്ട്. കാസർഗോഡ് നിന്ന് അനന്തപുരിയിലെത്തിയ ഒരു സംഘം വിദ്യാർത്ഥികൾ അഭിമാനത്തോടെ മംഗലം കളി സദസ്സിന് സമ്മാനിച്ചപ്പോൾ അവർക്കതൊരു ആത്മസംതൃപ്തി കൂടിയാണ്. നമുക്ക് ആ പാക്കേജിലേക്ക് നമുക്കൊന്ന് പോവാം. പഴമയുടെ തനിമയോടെ തന്നെ മംഗലം കളി ഇന്ന് വീട്ടുമുറ്റത്തു നിന്നും അരങ്ങിലേക്ക് എത്തുകയാണ്. കലാമാമംഗത്തിന്റെ വേദിയിൽ ആദ്യ അവതരണം നടത്തിയത് മംഗലം കളിയുടെ ചരിത്രമുറങ്ങുന്ന മണ്ണിന്റെ മക്കൾ കൂടിയാണെന്നുള്ളത് കൂടെ മറ്റൊരു പ്രത്യേകതയാണ്. കാസർഗോഡിന്റെ കിഴക്കൻ മേഖലകളിൽ നിന്നും അനന്തപുരിയിലെ കലാവേദിയിലേക്ക് എത്തിയവരാണിവർ. GHSS പരപ്പയിലെ വിദ്യാർത്ഥികൾ. നമ്മളെ അമ്മമാരൊക്കെ കളിച്ച് നടക്കുന്നുണ്ട്, നമ്മങ്ങനെ കണ്ടുപഠിക്കുന്നു. പിന്നെ ഇവർ കളിച്ച് പഠിക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ നമ്മൾ കളിച്ച് പിന്നെ അവർ നമ്മളൊപ്പം കൂട്ടി നമ്മളവരുടെ കൂടെ കളിച്ച് പിന്നെ വലുതാവും തോറും ഈ കളി പ്രചാരത്തിൽ വന്നു. അതായത് നമ്മൾ സ്റ്റേറ്റിലൊക്കെ ഇങ്ങനെ കളിച്ച് കലോത്സവത്തിന് ഈ പാട്ടറിയും. ഞാൻ നാട്ടിൽ നിന്ന് തന്നെ പഠിച്ചാൽ നാട്ടിൽ നിന്ന് ഇങ്ങനെ കണ്ടുപഠിക്കുന്നു. അങ്ങനെ ഇവർ കളിച്ചുകൊണ്ടിരിക്കും, വലിയവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ കണ്ടുപഠിക്കുന്നു. സമുദായത്തിലെ ആഘോഷ നൃത്തം ഇവർ നേരത്തെ അറിഞ്ഞു തന്നെ വളർന്നവരാണ്. പണ്ട് കാരണവന്മാരുടെയും മൂപ്പന്മാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ കാസർകോട്ടെ മാവിലരുടെയും മലവേട്ടരുടെയും കല്യാണ വീടുകളിലാണ് മംഗലം കളി നടക്കുക. ചരിത്രത്തിലാദ്യമായി സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ആദ്യ മംഗലം കളി അവതരിപ്പിക്കാൻ പരപ്പയിലെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞു. തുടിയുടെ താളവും പാട്ടും മാത്രമാണുള്ളത്. പാളത്തൊപ്പി ചൂടി നാടൻ വേഷമണിഞ്ഞ് ചടുലതയോടെയുള്ള ചുവടുകൾ വെച്ചു. ആവേശത്തോടെ അവർ നിറഞ്ഞാടി. മത്സരാർത്ഥികൾക്ക് പരിശീലനം നൽകിയത് രജീഷാണ്. കാസർഗോഡ് ജില്ലയിലും മാവല സമുദായത്തിലും മലവെട്ടൂർ സമുദായത്തിലും 2 സമുദായത്തിലും കുട്ടികളുണ്ട്. കണ്ട് പരിചയമുണ്ട്, അവർ കളിച്ചിട്ടുണ്ട് മുമ്പ്. അതിൽ 2-3 കുട്ടികൾ മാത്രമേ ഇപ്പോൾ ഫസ്റ്റായിട്ട് കളിക്കുന്നുള്ളൂ. കലാമാമാങ്കത്തിൽ ഇവരുണ്ടാക്കിയ ആവേശം അന്യം നിന്നുപോയ കലാരൂപത്തിന്റെ പുനർജീവനം കൂടിയാണ്. 15ാം വേദിയായ കബനിയിൽ മംഗലം കളിയിൽ ആവേശം തീർത്ത് മടങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ അഭിമാനവും സന്തോഷവുമാണ്. ഇനിയും എത്രയോ വേദികൾ ഇവരെ തേടിയിരിക്കുന്നു. ബിജു പരൂരിനൊപ്പം എം മനോജ്, ജനം. അനിൽ, നമുക്കറിയാം സ്റ്റാർ ഇനങ്ങളിൽ പെട്ട ചില
വിഭാഗങ്ങൾ, ഈ ഭരതനാട്യം, കുച്ചിപ്പുടി പോലെയുള്ളതുപോലെ തന്നെ നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട മറ്റൊരു ഇനവും കൂടിയാണ് കഥകളി. ഏറ്റവും കളർഫുള്ളായ ചുവപ്പും മഞ്ഞയും കറുപ്പും എല്ലാം ചേർന്ന് വരുന്ന വളരെ വ്യത്യസ്തമായ നിറങ്ങളുടെ കൂടി ഒരു ഇനമാണ് കഥകളി. ആ ഇനത്തിലും ഇന്നലെ വളരെ വലിയ രീതിയിലുള്ള ഒരു ടഫ് മത്സരം നടന്നിട്ടുണ്ട്. പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന കഥകളിയാണല്ലോ അല്ലെ? അതെ, ഈ വേദികളിൽ കഥകളി കാണുമ്പോൾ നമുക്ക് കൂടുതലൊരു സന്തോഷവും കൂടിയുണ്ട്. കേരളീയർ എന്ന നിലയിൽ അഭിമാനം. കഥകളി അഭ്യസിക്കാൻ നമ്മുടെ യുവതലമുറയിൽ ഉള്ളവരുണ്ട് എന്നുള്ളതാണ്, അത് വലിയ പ്രതീക്ഷ നൽകുന്നത്. അതെ, ഇപ്പോൾ ഇതെല്ലാം എന്താണ് ഈ വിദേശികൾക്ക് വേണ്ടി മാത്രം പ്രദർശിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ സംസ്ഥാനം എത്തിക്കഴിഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ പുതുതലമുറ അതിനെ ഏറ്റെടുത്ത് കഴിയുകയാണ്. ആ റിപ്പോർട്ട് കൂടി കണ്ടതിന് ശേഷം തിരികെ എത്താം. വിവിധ വർണ്ണങ്ങളുടെ പകർനാട്ടം, ചായക്കൂട്ടുകൾ, തലപ്പൊക്കത്തിൽ കിരീടധാരികളായി അങ്ങനെ നിൽപ്പാണ്. മനയോലക്കല്ലിൽ ചാലിച്ചെടുത്ത മഞ്ഞ, നീലച്ചായം ചേർത്ത് കറുപ്പ്. ആടയാഭരണങ്ങൾ കഥകളിക്ക് മാറ്റ് ഇരട്ടിയാക്കും. കണ്ണുകളിൽ മിന്നിമായുന്ന ഭാവങ്ങൾ, കൈകാലുകളിലാകട്ടെ പ്രാർത്ഥനയുടെ ചലനങ്ങൾ. എന്നാൽ ആസ്വാദകരില്ലാതെ കേരളത്തിന്റെ തനത് കലാരൂപം കലോത്സവ വേദികളിൽ ഒതുങ്ങിപ്പോകുന്നതാണ് ഏറെ ഖേദകരം. അയൽ സംസ്ഥാനങ്ങളിലെ കലാരൂപങ്ങളെ പ്രാധാന്യത്തോട് കണ്ട് സ്വന്തം കലയെ മലയാളികൾ മറക്കുന്നുവോ എന്നതാണ് സംശയം. കലോത്സവ വേദികളിൽ ഏതൊക്കെ കലാരൂപങ്ങൾ പകർന്നാടിയാലും കഥകളിയോടും പ്രാധാന്യം മറ്റൊന്നിനും വരില്ല. പച്ചയും നീലയും ചുവപ്പും കലർന്ന വർണ്ണങ്ങളുടെ പകർനാട്ടം. കേരളത്തിന്റെ ഈ തനത് കലാരൂപത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകണമെന്ന് മലയാളികളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ക്യാമറമാൻ ഗോപുവിനൊപ്പം രശ്മി കാർത്തിക, ജനം. പുത്തൻപുലരിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ദേവിക, സാധാരണ പുത്തൻപുലരിയിൽ നല്ല വാർത്തകൾ അല്ലേ, അതാണ് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത്, അതാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഇന്നലെ ഒരു അപകടം ഉണ്ടായി. ആ അപകടം, അതിൽ അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ച വാഹനം അത് ഇടിച്ചു. അത് ചടയമംഗലത്താണ് അങ്ങനെ അപകടം നടന്നത്. നമുക്ക് ആ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പഞ്ചവാദ്യം ഏത് സ്കൂളാണ്, നമുക്ക് നേരെ അവരിലേക്ക് പോകാൻ തോന്നുന്നു അല്ലേ? അവരെല്ലാരും രാവിലെ തന്നെ ആണല്ലേ? ഓക്കെ, പെർഫോം ചെയ്തോ നിങ്ങൾ? എങ്ങനെയുണ്ടായിരുന്നു? റിസൾട്ട് വന്നു? ആരായിരുന്നു നിങ്ങളുടെ പ്രധാന എതിരാളികൾ? നമ്മുടെ പാലക്കാട്ടെ ഏതോ സ്കൂളുണ്ടല്ലോ അല്ലേ? എതിരാളികളെ നിങ്ങൾ നോക്കിയില്ല, മലർത്തി അടിച്ചു അല്ലേ? ഞങ്ങൾക്ക് എതിരാളികളൊന്നും. അതെ അതെ, എതിരാളികളൊന്നുമില്ല. അപ്പൊ എന്തായാലും നമുക്ക് പെർഫോമൻസ് ആവാം അല്ലേ? അല്ല, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എത്ര കാലമായി ഈ ഇതിന് നിങ്ങൾ അഭ്യസിക്കുന്നു? ഞാനിവനും കഴിഞ്ഞ 3 കൊല്ലമായിട്ട് സ്റ്റേറ്റിൽ വന്നതാണ്. അപ്പൊ 3 കൊല്ലം സ്റ്റേറ്റിൽ പോയി. അല്ല, ഞാൻ പറഞ്ഞത് ഇതൊന്ന് പഠിച്ചെടുക്കണമെങ്കിൽ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. എനിക്കിപ്പോൾ എന്തായാലും 19 വയസ്സ് കഴിഞ്ഞു. അല്ല, വഴങ്ങുമോ ഇത്? 1 കൊല്ലം കൊണ്ടൊക്കെ ശരിയാവും. ഒറ്റ കൊല്ലം മതിയോ? ഒറ്റ കൊല്ലം മതി പഠിക്കാൻ. അത് പരിപാടിക്ക് പോയി കൊട്ടിയാണ് ശരിയാവണം. അപ്പം ഒരു പ്രൊഫഷണൽ ടീമായിട്ട് മാറിയിരിക്കുകയാണ്. അത്യാവശ്യം പുറത്തൊക്കെ പോയിട്ടുണ്ടോ? കേരളത്തിന് പുറത്ത് വിദേശം? അങ്ങനെയില്ല, കേരളത്തിനകത്ത് അത്യാവശ്യം സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പൊ പുറത്തൊക്കെ പെർഫോം ചെയ്യണമെന്നുണ്ട്, ആഗ്രഹമുണ്ട് അല്ലേ? എന്താണ് ആഗ്രഹം, അത് പറ. അങ്ങനെയൊന്നുമില്ല, എന്തൊക്കെ ആഗ്രഹമൊക്കെ വേണ്ടേ? ഈ മേഖലയിൽ ശോഭിക്കാൻ തന്നെയാണോ? ഇവിടുത്തെ ആരാണ് നിങ്ങളുടെ മനസ്സിൽ? ഒരാളുണ്ടാവുമല്ലോ, ഒരു മാതൃകയൊക്കെ ഉണ്ടാവുമല്ലോ. പഠിപ്പിച്ച പ്രതിഭനാണ് കലാമണ്ഡലം. പുള്ളിനെ പോലെ ആവണമെന്നാണ് അവൻ ആഗ്രഹം. പുള്ളിയെ പോലെ തന്നെ ആവണമെന്നാണ് അദ്ദേഹത്തിന് ആഗ്രഹം. താങ്കൾക്കോ? എനിക്കെൻ്റെ ആശാനെ പോലെ. ഞാൻ പിന്നെ ഇതൊരു പാഷനായിട്ട് കൊണ്ടുനടക്കാൻ, പ്രൊഫഷനായിട്ടല്ല, പാഷനേറ്റായിട്ട് ഇത് കൊണ്ടുനടക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ദേവിക, നമുക്ക് അധികം കൂടുതൽ സമയമില്ല. നമ്മളിങ്ങനെ വാചകം അടിച്ച് പ്രേക്ഷകരെയും ബോറടിപ്പിക്കേണ്ട ആവശ്യമില്ല. പെർഫോമൻസിലേക്ക് പോവാം.
തൽക്കാലം മാറിത്തരാം, വേദി നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. ഓക്കെ, യെസ്, ഓക്കെ, താങ്ക് യു. ഒന്നും പറയാനില്ല. കാരണം നമ്മുടെ ഐശ്വര്യമായ ഒരു തുടക്കം പുത്തൻ പുലരിയിൽ നടത്തിയിരിക്കണം. അവരുടെ സ്കൂൾ ഏതാണെന്ന് കൂടി നമുക്ക് അറിയേണ്ടതാണ്. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? NSS മാണിക്യമല. എറണാകുളം. NSS മാണിക്യമല. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സ്കൂളിലെ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. പെർഫോമൻസ് കഴിഞ്ഞു. എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. വലിയ ആഗ്രഹങ്ങളോട് കൂടി ഇവിടെ എത്തിയതാണ്. നമ്മുടെ പുത്തൻ പുലരി ഇത്രയും ആഘോഷപൂർവമായ ഒരു തുടക്കം. അതെ അതെ, എനിക്ക് കുറച്ച് കാര്യങ്ങളോട് ചോദിക്കാനുണ്ട്. പൊതുവിലെ ഈ സ്കൂൾ കലോത്സവ വേദികൾ എങ്ങനെയാണ് നിങ്ങൾ നോക്കി കാണുന്നത്? മീൻസ് ഇതുപോലുള്ള കലാകാരന്മാർക്ക് അല്ലേ ഈ മേഖലയിൽ വലിയ പ്രോത്സാഹനം കിട്ടുന്നു. നിങ്ങളെപ്പോലുള്ളവരെ 10,000-കണക്കിന് ആളുകൾ അറിയുന്നു അല്ലേ, പ്രത്യേകിച്ച് ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെ കൂടി അറിയുന്നു അല്ലേ. സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും ഒരു ആഘോഷമാണ്, കൂടിച്ചേരലാണ്. അപ്പോൾ പൊതുവിലെ എങ്ങനെയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഞങ്ങൾ ഇതിനു വേണ്ടി പരിശ്രമിക്കാറുണ്ട്. കഴിഞ്ഞ 10ാം ക്ലാസ് തൊട്ട് ഞാനിവനും ഇതിലുള്ളതാണ്. പിന്നെ ഈ കൊല്ലം വന്നതാണ് ഇവരൊക്കെ. അപ്പോൾ ഞങ്ങൾ എല്ലാ കൊല്ലവും ഇതിനു വേണ്ടി സമയം മാറ്റി വയ്ക്കാറുണ്ട്. രാത്രികളിലും 12 മണി 1 മണി വരെ ഞങ്ങൾ ഇതിനു വേണ്ടി ക്ലാസ് കട്ട് ചെയ്യാതെ അധികം നോക്കാറുണ്ട്. പഠിപ്പും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ലാണ്ട് പോകുന്നുണ്ട്. മറ്റേ ഏതൊക്കെ കലകളിൽ നിങ്ങൾക്ക് പ്രാവീണ്യം ഉണ്ട്? ഈ കൊട്ട് മാത്രമേ ഉള്ളൂ? കൊട്ട് മാത്രം. കൊട്ടുപോരെ അനിൽ? കൊട്ട് മതി. പക്ഷേ അതെ, പഠിത്തത്തിലൊക്കെ പഠിത്തം കുഴപ്പമില്ല, രണ്ടും കൂടി മാനേജ് ചെയ്തു. അതാണ് കോൺഫിഡൻസ്. ക്വസ്റ്റ്യന് അവൻ പറഞ്ഞ ഒരു ഉത്തരവുണ്ട്. എനിക്ക് ഇവരുടെ രണ്ടുപേരും പേരറിയേണ്ടതുണ്ട്. എന്താ പേര്? അഭിരാം, സായി ദർശൻ. അഭിരാമും സായി ദർശൻ വളരെ അടുത്ത സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നു. കാരണം അഭിരാം വലിയൊരു നാണക്കാരനാണ്. അനില് ആദ്യം ചോദ്യം ചോദിക്കുമ്പോ അഭിരാം ഭയങ്കര നാണമാണ് അവന്. പക്ഷേ അതിനെ രക്ഷിക്കാനായി ഒരു രക്ഷകനായി അടുത്തൊരു സുഹൃത്ത് നിപ്പുണ്ട്, സായി അല്ലേ. സായി ഒരാൾ ഇവിടെ ഇങ്ങനെ എന്താ എന്നോടൊന്നും എന്താ ചോദിക്കാത്തേ എന്ന രീതിയിൽ അല്ലേ സംസാരിക്കണം. അതായത് നിങ്ങളൊക്കെ ഈ മേഖലയിൽ നിങ്ങളൊരു, കാരണം ഇതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമാണ് അല്ലേ, എല്ലാവർക്കും സാധിക്കുന്നതല്ല അല്ലേ. അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഈ കൊട്ടാനുണ്ട്. അതേസമയം കാര്യങ്ങൾ സംസാരിക്കുകയും വേണം. അതിനുള്ള ഒരു വേദി കൂടിയാണ് സംസ്ഥാന കലോത്സവം കേട്ടോ. സഭാകമ്പമൊന്നും പാടില്ല. അപ്പോൾ ഒന്ന് പറഞ്ഞേ, എന്താ പേര് പറയൂ, എത്ര കാലമായി ഈ മേഖലയിൽ നിങ്ങൾ ഈ പരിശീലനം നടത്തുന്നു? എൻ്റെ പേര് പ്രണവ്. ഞാൻ ആദ്യമായിട്ടപ്പോൾ ഇതിന് വന്ന, ആദ്യമായിട്ട് ഇപ്പോൾ സ്റ്റേറ്റ് കയറി. ചെണ്ട വേണം പഠിച്ചു. ഇപ്പം മന്ദളം പഠിച്ചുകൊണ്ടിരിക്കുന്നു, കലാമണ്ഡല ജൂവിൻ്റെ. ഇതിപ്പോൾ എന്നെ പഠിപ്പിച്ചത് വെള്ളാരപ്പള്ളി അഖിൽക്കുട്ടൻ. അപ്പോൾ ആ ഗുരുക്കന്മാരെയൊക്കെ ഓർക്കുന്നു അല്ലേ? വേദിയിൽ കയറിയപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല? എല്ലാ ആളുകളുടെ പ്രോത്സാഹനം ഉണ്ടായിരുന്നോ? ഉണ്ടായി. അല്ല, പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലോ അല്ലേ ഈ കൊട്ട്, ചെണ്ടമേളം എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലോ, തായമ്പക എല്ലാം അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകളുടെ പ്രോത്സാഹനം നിർലോഭം അതുണ്ടാവും. എന്തായാലും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കൂടുതൽ വേദികളിൽ നിങ്ങൾക്ക് കൊട്ടിത്തിളങ്ങാൻ സാധിക്കട്ടെ, കൂടുതൽ പ്രശോഭിക്കട്ടെ. എല്ലാ ആശംസകളും കേട്ടോ. ഈ നമ്മുടെ പുത്തൻ പുലരി ഇത് കാണുന്ന നിരവധി പ്രേക്ഷകരുണ്ട്. ആ പ്രേക്ഷകരെ ധന്യമാക്കിയതിന് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മുടെ കുട്ടികൾ നമ്മുടെ സംസ്കാരത്തെ കൂടി മുറുകെ പിടിക്കുന്ന കലോത്സവ വേദികളിലാണെങ്കിൽ പോലും. അതെ അതെ,
എനിക്ക് തോന്നുന്നു അനിൽ, മിഥുനും ടിൻഡും അവിടെ വീണ്ടും തയ്യാറായി കലവറയിലേക്ക് കയറിയോ എന്നാണ് അന്വേഷിക്കേണ്ടത്. ടിൻഡുവും മിഥുനും വീണ്ടും ചേരുന്നുണ്ട്, കലോത്സവ വേദിയിൽ തന്നെയുണ്ട്. അവർ കലവറയിലേക്ക് കയറിയോ? ടിൻഡു ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ മിഥുൻ, ടിൻഡു, പുതിയ വിശേഷങ്ങൾ? വിശേഷങ്ങൾ ഇന്ന് നടക്കുന്ന മത്സരങ്ങളെ ഏറ്റവും മനോഹരമായിട്ട് ആസ്വദിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, തയ്യാറെടുക്കുകയാണ് ഞങ്ങൾ. ഇപ്പോൾ ഇന്ന് നടക്കുന്ന മത്സരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളെ കുറിച്ച് എന്താണ് എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ടോ ടിൻഡു? ഇന്നിപ്പോ പ്രധാന വേദിയിൽ ആദ്യം നടക്കുന്നത് 9:30 മണിക്ക് ഒപ്പനയാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതേ സമയത്ത് തന്നെ ടാഗോർ തിയേറ്ററിൽ നാടക മത്സരം പുരോഗമിക്കും. അതിനുശേഷം അറബിക് ഇംഗ്ലീഷ് പദ്യം ചൊല്ലൽ, പ്രസംഗ മത്സരം, ചെണ്ടമേളം, അങ്ങനെ ഏതാണ്ട് ഈ ഇന്നലെ പറഞ്ഞ പോലത്തെ സ്റ്റാർ മത്സരങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ നാടകവും അതോടൊപ്പം തന്നെ ഈ നാടോടി നൃത്തമാണ്. അപ്പോൾ ഇന്നലെ ഏതാണ്ട് വൈകുന്നേരത്തിന് ശേഷമാണ് ഈ വേദികളിലൊക്കെ ആളുകൾ കൂടിയത്. കാരണം ഇന്നലെ പ്രധാന വേദിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടതും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്തിയതും പ്രധാന വേദിയിലായിരുന്നു സംഘനൃത്തം കാണാനായിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു സ്റ്റാർ മത്സരമായിട്ട് നാടോടി നൃത്തത്തെയും അതോടൊപ്പം തന്നെ ഈ നാടകവും നാടോടി നൃത്തവും ഇല്ലേ? അതെ, പ്രധാനപ്പെട്ട ഇനങ്ങളെല്ലാം തന്നെ ഇന്നും മത്സരിക്കുന്നത് സജീവമായി തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു കലാകാരൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പ്രകടനം നമ്മളിലൂടെ തന്നെ പുറത്തെത്തിച്ചിരുന്നു. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഈ സിനിമ ടെലിവിഷനിലെല്ലാം തന്നെ മിമിക്രി കലാകാരനായിട്ട് തുടരുകയാണ്. സന്തോഷ് അഞ്ചൽ അദ്ദേഹം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ നമ്മോടൊപ്പം തന്നെ ചേരും. ടിൻഡു, ഈ കലോത്സവത്തിൽ ഏതെങ്കിലും ഇനങ്ങളിൽ മത്സരിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ടിൻഡുവിന്റെ ഒരു കലോത്സവ വിശേഷങ്ങൾ, എന്തൊക്കെയാണ് ഓർമ്മകൾ? എനിക്ക് സംസ്ഥാന കലോത്സവം വരെ പോകാനൊന്നും പറ്റിയിട്ടില്ല, പക്ഷെ സബ് ജില്ലയിൽ പോയിട്ടുണ്ട്. സബ് ജില്ലയിൽ പോകുന്നത് ഒപ്പന, അതോടൊപ്പം തന്നെ മാർഗം കളി, കഥാപ്രസംഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ കഥാപ്രസംഗം എന്റെ സ്വഭാവം ഇതിനറിയാലോ, വായിട്ടലയ്ക്കുക എന്നതാണ് എന്റെ പ്രധാന ഹോബി. പക്ഷേ ഇപ്പൊ ഈ സബ് ജില്ല വരെ പോകുന്ന സമയത്ത് സബ് ജില്ലയിൽ ഇങ്ങനത്തെ ഒരു വൈബല്ല. സീരിയസ് ആയിട്ട് ഞാൻ ഇതുവരെ ഒരു കലോത്സവം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ടിൻഡുവിന്റെ കഥാപ്രസംഗങ്ങളിലേക്ക് അടക്കാം. അതിനു മുമ്പ് നമുക്ക് സന്തോഷ് അജ്ജലിന്റെ മിമിക്രി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ചേട്ടാ, എങ്ങനെയുണ്ട് ഈ അധ്യാപനവും ഈ കലാമേഖലയിലെ വേദികളെയൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്? അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ്. വളരെ സന്തോഷം. കാരണം കഴിഞ്ഞ വർഷവും കൊല്ലത്തിൻ്റെ ആ ഒരു തട്ടകത്തിൽ ജനൻ ടി വിയോടൊപ്പം കുറേ വിശേഷങ്ങൾ പങ്കുവെക്കാൻ സാധിച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു മഹാമേളയ്ക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ, പ്രത്യേകിച്ച് അനന്തപുരി, വളരെ ആവേശമാണ്. കുട്ടികൾ 5 ദിനങ്ങളെന്ന് പറഞ്ഞാൽ ആവേശത്തിൻ്റെ നാളുകളാണ്. ഈ തലസ്ഥാനത്താണ് നടക്കുന്നത്. നമ്മൾ പലപ്പോഴും ചേട്ടൻ്റെ ഈ ഒരു മിമിക്രികളിലെല്ലാം രാഷ്ട്രീയക്കാരെല്ലാം തന്നെ വലിയ ഭാഗമാവേണ്ടത്, അതായത് അവതരിപ്പിക്കുന്ന മുഴുവൻ രാഷ്ട്രീയക്കാരെയും കൂടി അവതരിപ്പിക്കുന്നുണ്ടല്ലോ. ഈ തലസ്ഥാനത്ത് നടക്കുന്ന കലോത്സവത്തെ നമുക്ക് ആ രീതിയിലൊന്ന് പിടിച്ചാലോ? തീർച്ചയായിട്ടും രാഷ്ട്രീയ നേതാക്കളെയും സിനിമാ താരങ്ങളെയും ഒക്കെയാണ് ഞാൻ കൂടുതലും അനുകരിക്കാറുള്ളത്. നമ്മുടെ ഒരുപാട് വേദികളിൽ അനുകരിച്ചിട്ടുള്ളത് ശ്രീ ഉമ്മൻചാണ്ടി സാറിനെയാണ്. അദ്ദേഹത്തിൻ്റെ ആ സ്മരണയെ നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദം, അതായത് എന്ത് സ്ഥാനം കിട്ടിയിട്ടും ജനങ്ങള് വെറുത്തു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും കാര്യമുണ്ട്. ഒരു സ്ഥാനമില്ലെങ്കിലും പ്രവർത്തകരുടെ സ്നേഹവും അതുപോലെ തന്നെ ജനങ്ങളുടെ വിശ്വാസവും ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കുറവുണ്ടോ? ഞാൻ ഒരു സ്ഥാനത്തിൻ്റെയും പിന്നാലെ പോയിട്ടില്ല. അതുകൊണ്ട് അത് കിട്ടാതാകുമ്പോൾ അമിതമായ ദുഃഖമോ കിട്ടിക്കഴിയുമ്പോൾ അമിതമായ സന്തോഷമൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. കൂടാതെ ഈ കലോത്സവത്തിന് എൻ്റെ ഓർമ്മകളിലൂടെ എൻ്റെ ആശംസകൾ അറിയിക്കുക. ഈ MT സാറിൻ്റെ ഒരു വിയോഗമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അത് വളരെ കേരളത്തെ ഒന്നാകെ വലിയൊരു ദുഃഖത്തിലാഴ്ത്തി. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെ അനുകരിക്കാറുണ്ടോ? MDയുടെ ധാരാളം കഴിഞ്ഞ ദിവസവും MDയുടെ കുപ്പായം എന്ന പാഠഭാഗം ഞാൻ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും നമ്മുടെ മലയാളികളുടെ അഭിമാനമാണ് MD എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞ ശബ്ദം പ്രത്യേകിച്ചും അങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാലും
അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെക്കാൾ ഉപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം തുഞ്ചൻപറമ്പിൽ വെച്ച് അദ്ദേഹത്തോട് സംസാരിക്കുക, അദ്ദേഹത്തോട് ഒപ്പം നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. മിമിക്രിയിലേക്ക് തന്നെ പോകാം. എന്താണ് ഇനി അടുത്തതായിട്ട് നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്? അന്നത്തെ രാവിലെ കലോത്സവത്തിന്റെ ഒന്ന് തണുത്തിരിക്കുകയാണ്, ചെറിയ മഴയൊക്കെ പെയ്തിട്ട്. ഒരു മിമിക്രിയിലൂടെ ഒന്ന് ചൂട് പിടിപ്പിക്കാം. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രിയ നടൻ വിനായകൻ നമ്മുടെ ഇവിടേക്ക് എത്തിയാൽ എങ്ങനെ ഇരിക്കും നോക്കാം. വളരെ സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തത്സാന നഗരിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വൈബാണ്. പ്രത്യേകിച്ചും ജനൻ ടി വി വിജയന് നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ കണ്ട ആളല്ലേ. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് അവാർഡ് കിട്ടുന്ന സമയത്ത് തന്നെ അവിടെ സ്റ്റാറുകൾ ആരുമില്ലായിരുന്നു. പക്ഷേ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അവർക്ക് നല്ല ഞങ്ങൾക്കൊരു അതിഥിയെ വീണ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ചീഫ് സെക്രട്ടറി, കേരളത്തിന്റെ പ്രിയപ്പെട്ട ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മാം ഇതാ പുത്തൻ പുലരിയിലേക്ക് എത്തിയിരിക്കുകയാണ്. മാം കഴിഞ്ഞ ദിവസം ഒരു അടിപൊളി ഡാൻസ് കണ്ടു കേട്ടോ. ആ ഡാൻസ് വൈറലായിരിക്കുകയാണ്. ഇത്രയും എനർജി ശാരദാ മുരളീധരൻ ഉണ്ട് എന്ന് ചീഫ് സെക്രട്ടറി ആകാൻ പറ്റൂ. അതെ, അത്രയും വലിയൊരു മറുപടിയാണ്. അതെ, ഞങ്ങൾ സ്ത്രീകൾക്ക് കൂടി ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ് ആ ഡാൻസ്, അല്ലേ അനിൽ? സ്കൂൾ കലോത്സവ വേദിയിൽ വരുമ്പോൾ മനസ്സിലേക്ക് എന്താ ഓടിയത്? മനസ്സിലോട്ട് ഓടി വരുന്നത് വാസ്തവത്തിൽ ഈ വേദിക്കകത്ത് ഞാൻ പരേഡ് ചെയ്തിട്ടുണ്ട് NCCയുടെ കെയർ ഓഫിൽ. അപ്പോൾ അതിൻ്റെ കുട്ടികളെല്ലാം കൂടി ഒരുമിച്ച് കൂടുമ്പോഴത്തേക്കും ഉണ്ടാകുന്നുള്ളൊരു ഹർഷാരവമുണ്ടല്ലോ, അതാണ്. ഇപ്പം അവാർഡും കോമ്പറ്റീഷനും അപ്പുറത്തേക്ക് ഇവിടെ ഈ ഒരു അവസരത്തിൽ പലതരത്തിലുള്ള സൗഹൃദങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷ. എനിക്കുണ്ടായ സൗഹൃദങ്ങൾ എനിക്ക് കുറേ അധികം എൻ്റെ ജീവിതകാലം മുഴുവനും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ളത് ആണ് എൻ്റെ ഒരു പ്രതീക്ഷയും ആഗ്രഹവും. ഈ അന്നൊക്കെ സ്കൂൾ യുവജനോത്സവമാണല്ലോ, പിന്നെയാണല്ലോ സംസ്ഥാന സ്കൂൾ കലോത്സവമായിട്ട് മാറിയത്. യുവജനോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ? അന്ന് ഇതിനൊന്നും പോവില്ലായിരുന്നു, പഠിത്തം മാത്രമായിരുന്നു. പഠിത്തം എന്ന് പറയാം. ഈ അന്നത്തെ കാലത്ത് സ്കൂളുകളിൽ, ചില സ്കൂളുകൾ, പ്രത്യേകിച്ചും ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്നും നമ്മൾ ഇങ്ങനത്തെ പരിപാടികൾക്ക് അയക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എന്തെങ്കിലുമൊക്കെ കലാവസരങ്ങളൊക്കെ ഒളിച്ചും പാത്തും ഒക്കെയാണ് നമ്മൾ കൊണ്ടു നടന്നിരുന്നത്. മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു കാലഘട്ടം? അന്ന് ആ വേദികളിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നൊരു കുറ്റബോധമോ അല്ലെങ്കിൽ സങ്കടമോ ഉണ്ടോ? ഇല്ല, പക്ഷെ കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. കണ്ടില്ല. കാരണം ഓരോരുത്തർ സ്റ്റേജിൽ കയറുമ്പോഴും അതിൻ്റെ പുറകെയുള്ള എത്ര പ്രയത്നം വരുന്നു, അതിൻ്റെ പുറകെ ഒന്ന് വാസന പിന്നെ പ്രയത്നം രണ്ടും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണല്ലോ ഒരു നല്ലൊരു കലാസൃഷ്ടി നമ്മുടെ മുന്നിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് പലതും കാണാനായിട്ടുള്ള അവസരം കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. കാലത്ത് തിളങ്ങി നിന്ന കലാകാരന്മാർ ആരായിരുന്നു ഈ സ്കൂൾ യുവജനോത്സവ വേദികളിൽ തിളങ്ങി ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പം ഒന്നും ഓർക്കുന്നില്ല ഞാൻ. പിന്നെ ഈ മിമിക്രി ആർട്ടിസ്റ്റുകളും അങ്ങനെയൊക്കെ വെച്ചിട്ട് അന്ന് ബാലനും കമ്പനിയും ഒക്കെ കണ്ടത് ഓർക്കുന്നുണ്ട്. അവരുടെ പരിപാടികൾക്കും പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ടീമിനൊന്നും എനിക്ക് ഓർമ്മയില്ല. വേണു സാറ് ഇതിലൊക്കെ നന്നായിട്ട്. വേണു മെഡിക്കൽ കോളേജിലായിരുന്നല്ലോ പഠിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം നാടകവേദികളിൽ, നാടക കോമ്പറ്റീഷൻസിലൊക്കെ വളരെ കാര്യമായിട്ട് മത്സരങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്. ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, അതായത് പാർട്ടിസിപ്പേഷനാണ് പ്രധാനം, അല്ലേ? ഇവിടെ നമ്മൾ പൊതുവെ സ്കൂൾ കലോത്സവ വേദികൾ കണ്ടുവരുന്നു. ഒരു ഭാഗത്ത് നമ്മളിൽ കുറച്ച് പേരുണ്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ടാലൻ്റ് ഉള്ളവർ. ആ പ്രത്യേകമായിട്ടുള്ള ടാലൻറ്റിനെ അതിന് സാക്ഷാത്കരിക്കണമെങ്കിൽ അതിൻ്റെ പുറകെ ഭയങ്കരമായിട്ടുള്ളൊരു പ്രയത്നം ഉണ്ടാകേണ്ടതുണ്ട്. അത് നമ്മൾ ശരിക്കും കണ്ടിട്ടുണ്ട്. വല്ലാത്തൊരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിലാണ് അത് പല ഉയരങ്ങളിലേക്ക് എത്തുക. ആ ഉയരങ്ങളിൽ എത്താൻ കഴിവുള്ള ആളുകളെ കണ്ടെത്താനും അവരെ പ്രചോദിപ്പിക്കാനും ഉള്ള ഒരു വേദി കലോത്സവം തന്നെയാണ്. പക്ഷെ അതിൽ മാത്രമല്ല കലോത്സവം. ഇതിൽ ഇപ്പം അത് മാത്രമല്ല, പങ്കെടുക്കണമെന്നും നമ്മുടെ ഒരു എക്സ്പ്രഷൻ, നമ്മുടേതായിട്ടുള്ള നമ്മൾ ആര് എന്നുള്ളത് കാണിക്കാനായിട്ടും അതിൽ ആഘോഷിക്കാനും പിന്നെ പലതും കണ്ടു പഠിക്കാനും അപ്പം കൂടിച്ചേരാനും ഉള്ള ഒരു വേദിയും കൂടിയാണ്. അപ്പം
സൗഹൃദങ്ങളുടെ വേദിയാണ്, മത്സരത്തിൻ്റെ വേദിയാണ്, ഇപ്പം സങ്കടത്തിൻ്റെയും വേദിയാണ്. അതുമുണ്ട്. നമ്മൾ ഇപ്പം 10 പേര് കണ്ടസ്റ്റ് ചെയ്യുമ്പോൾ ഒരാൾക്കല്ലേ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 9 പേർക്ക് ഇപ്പം തോൽവി എന്താണ് എന്നുള്ളത് അറിയും. പലപ്പോഴും നമ്മൾ കാണുന്നത് തോൽവിയിൽ കൂടിയാണ് നമ്മൾ കൂടുതൽ പ്രചോദിതരാകുന്നത്. അപ്പം ഇന്ന് തോൽക്കുന്ന ആൾ നാളെ ജയിക്കേണ്ടതാണ്. ജീവിതത്തിലും പിന്നെ കലയിലും ഒക്കെ തന്നെ പുതിയ പുതിയ മാനങ്ങൾ കണ്ടെത്തേണ്ടവരാണ്. ആ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് വേണം, പക്ഷേ അതേസമയം ഹെൽത്തി ആയിരിക്കണം. അത് ഹെൽത്തി ആയിരിക്കണം. കാരണം തോൽവികൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ആ തോൽവികൾ ഇപ്പം ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൽ പല തോൽവികൾ ഉണ്ടാകുമ്പോഴും ഇത് ഇപ്പം ഐ ഡിഡ്ന്റ് ഡിസേർവ് ദിസ് എന്നുള്ളത് നമുക്ക് തോന്നിപ്പോകുമായിരിക്കും. പക്ഷെ എന്നിരുന്നാലും അതിൽ ഓരോന്നിലും നമുക്ക് പഠിക്കാനുണ്ട്. ഞാനിവിടെ മറ്റൊരു ഇതിൽ പറയുമായിരുന്നു, വയനാട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഓരോന്ന് ചെയ്തു പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, തെറ്റുകൾ കുറച്ചൊക്കെ ഉണ്ടാവും. തെറ്റുകൾ ഉണ്ടാകുന്നതിലല്ല കാര്യം, തെറ്റ് കണ്ട് പരിഹരിച്ച് അതിൽ നിന്ന് മെച്ചപ്പെട്ട രീതിയിൽ വളരുകയാണെന്നാണ്. അപ്പോൾ ഈ കലോത്സവം എന്ന് പറയുന്നത് ഇവിടെ വരുന്ന എല്ലാ കലാകാരന്മാർക്കും വളരാനായിട്ടുള്ള ഒരു അവസരമായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഈ കലോത്സവങ്ങൾ കോടതി കയറ്റുന്നത് ശരിയാണോ? അല്ലേ, അവിടെ പോയി അത് നമുക്ക് അങ്ങോട്ട് പോണ്ട. ഓക്കെ, അപ്പൊ നമുക്കറിയാം വളരെ നമ്മളെല്ലാം വൈബിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊണ്ട ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഫാസ്റ്റ് നമ്പറിലേക്ക് പോകുന്നില്ല. പക്ഷെ നന്നായി കവിത ചൊല്ലും എന്നുള്ളൊരു കാര്യം നമ്മൾ അറിഞ്ഞു. വ്യാജ പ്രചരണമാണെന്ന് തോന്നുന്നു അല്ലേ അനിൽ? അതെ, വ്യാജ പ്രചരണങ്ങൾ കൂടി നടക്കുന്നുണ്ടെന്ന് ചീഫ് സെക്രട്ടറി നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും ഞങ്ങളോടൊപ്പം വന്ന് ഡാൻസ് ചെയ്ത് ഈ ഒരു പുത്തൻ പുലരി ഇത്രത്തോളം വൈബാക്കിയ ചീഫ് സെക്രട്ടറിക്ക് നമുക്ക് എന്തെന്നില്ലാത്ത ഒരു നന്ദി പറഞ്ഞേ മതിയാകും. എന്തായാലും എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. പ്രത്യേകിച്ച് മേഡത്തിന്റെ ആ ഒരു എനർജി ലെവൽ അത് ഞങ്ങളെ അതിശയിപ്പിക്കുന്നതാണ്. നമ്മുടെ കേരളത്തിൽ മെസ്സേജുള്ള 60 വയസ്സായി എന്നും പറഞ്ഞിട്ടേ നമ്മള് വീട്ടിനകത്ത് ഇരിക്കേണ്ട ആളുകളല്ല. അപ്പൊ 60 വയസ്സായി എന്നാണോ പറയുന്നത്? സ്ത്രീകൾ ഒരിക്കലും പ്രായം പറയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രായം. ഞാൻ പോലും പുറത്ത് പറയാറില്ല പ്രായം അനിൽ. പക്ഷേ അപ്പൊ എന്തായാലും കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ബഹുദൂരം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ, ഉയരങ്ങളിൽ എത്തിക്കാൻ ഈ എനർജി പരമാവധി പ്രയോജനപ്പെടുത്തുക. വേണു സാറിനോട് പ്രത്യേക അന്വേഷണം. അതെ, ആ എനർജിയുമായി ഞങ്ങൾ ഇതാ പോവുകയാണ്. വളരെ പുത്തൻ പുലരിയിൽ ഞങ്ങൾക്ക് പ്രത്യേക അതിഥിയെയാണ് കിട്ടിയത്. എന്തായാലും ശാരദ മുരളീധരൻ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. മാത്രമല്ല, ഈ മേഖലയിൽ നടക്കുന്ന അനാശാസ്യമായിട്ടുള്ള പ്രവണതകൾ, കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് വേണം എല്ലാവർക്കും. കുട്ടികൾക്ക് കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് വേണം, പക്ഷേ അത് ഹെൽത്തി ആയിരിക്കണം, മത്സരം ആരോഗ്യകരമായിരിക്കണം എന്നാണ് ചീഫ് സെക്രട്ടറി. കലോത്സവ നഗരിയിലേക്ക് വീണ്ടും ജനം ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. കലോത്സവ നഗരി വളരെ സജീവമാകുകയാണ്. ദേവിക, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് കൂടുതൽ ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തും. തിരുവനന്തപുരത്തെ എല്ലാ തെരുവുകളും തുറന്നിരിക്കുന്നത്, എല്ലാ നഗരവീഥികളും തുറന്നിരിക്കുന്നത് ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. നിളയിലേക്ക് ആണ് MTയുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട്. അതൊരു പ്രചോദനം ആണ്. കൂടുതൽ ആളുകൾ, അതിഥികൾ എന്തായാലും വരും മണിക്കൂറുകളിൽ അല്ലെ ഇവിടേക്ക് എത്തും എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഇന്നലെ മഴ പെയ്തു, ഇന്ന് കാലാവസ്ഥ അല്ലെ വളരെ അനുകൂലമാണ്. വളരെ സണ്ണി ഡേ ആണ് ഇന്ന്. രാവിലെ ഇന്നലെയും ഇങ്ങനെ തന്നെയായിരുന്നു. വളരെയധികം ചൂടും വെയിലും ഒക്കെ ആയിരുന്നു. എങ്കിൽ പോലും നമ്മളെല്ലാം ഈ വെയിലത്ത് ഇവിടെ ചില്ല് ചെയ്യുകയായിരുന്നു. അതിൽ നമ്മളെല്ലാം ഭയങ്കര വൈബായിരുന്നു. പക്ഷേ നമ്മൾ വൈകുന്നേരത്തോട്ട് കടന്നപ്പോൾ മഴയായിരുന്നു. പക്ഷെ ആ മഴയത്തും ചോരാത്ത ആവേശം തന്നെയാണ്. അതെ, വീറും വാശിയും. അത് എന്തായാലും ഇന്ന് കൂടുതൽ കലകൾ, കൂടുതൽ മത്സരങ്ങൾ ഇന്ന് പല വേദികളിലായിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ടിൻഡു മിഥുൻ നേരത്തെ അവരൊരു മിമിക്രി കലാകാരനെ ഇങ്ങനെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചു കൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ ഇടക്ക് കയറിയത്. നമ്മുടെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ എത്തിയത്. എന്തായാലും അവർ അവിടെ കാത്തിരിപ്പുണ്ട്. ദീപിക, യെസ്. അപ്പോ ടിൻഡോ മിഥുൻ അയ്യപ്പൻ രണ്ടുപേരും അവിടെ വളരെ സജീവമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തോന്നുന്നു അവരെ ഈ കണ്ണ് മൊത്തം കലവറയിലായതുകൊണ്ട് അവരുടെ ശ്രദ്ധ ഇവിടെ എല്ലാം തോന്നുന്നു. രാവിലെ മുതൽ ടിൻഡു ഒന്ന് ആ കണ്ണുകൾ കലവറയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റൂ. നമ്മുടെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കൂ. എന്താണ് പുതിയ വിശേഷങ്ങൾ? ആ മിമിക്രി കലാകാരൻ അവിടെ ഉണ്ടോ, പോയോ?
വിശേഷങ്ങൾ പറയൂ, പെട്ടെന്ന്, സമയമില്ല. പറയൂ. കലോത്സവത്തിന്റെ തിരക്കുകളിലേക്ക് വീണ്ടും പോവുകയാണ് ഈ രണ്ടാം ദിനം. ഈ രണ്ടാം ദിനത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ കണ്ണൂരിന്റെ ഈ മേധാവിത്വത്തെ ചുരുങ്ങിയ പോയിന്റുകൾക്ക് പുറകിൽ നിൽക്കുന്ന തൃശ്ശൂരും ബാക്കിയുള്ള ജില്ലകളെല്ലാം തന്നെ മറികടക്കുമോ എന്നെല്ലാം നോക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ ചീഫ് സെക്രട്ടറി വന്നപ്പോൾ ഈ സന്തോഷന്റെ മിമിക്രി വിനായകനിൽ വെച്ച് നിർത്തേണ്ടി വന്നു. അടുത്തൊരു താരത്തിലേക്ക് പോയാലോ ചേട്ടാ? തീർച്ചയായിട്ടും. കാരണം എൻ്റെ അനുകരണ കലയുടെ ഒരു 30-ാം വർഷം തന്നെയാണ്. നമ്മുടെ ഈ അനന്തപുരിയിൽ വെച്ച് ആ വർഷത്തിൽ വളരെ സന്തോഷമായ അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷങ്ങളാണ്. അപ്പോൾ നമുക്ക് ലാലു അലക്സിൻ്റെ ഒരു ചെറിയ വളരെ പേഴ്സണലായിട്ട് പറയുക, എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. കൗമാരകലയുടെ മാമാക്കത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. എല്ലാ മക്കളും തകർക്കണം. ഈ കലോത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ ഇത്തരം മിമിക്രികൾ ചെയ്യുക. ഈ സ്പോട്ടിൽ ഇങ്ങനെ ഈ കണ്ടന്റ് മാറ്റുമ്പോൾ നമുക്ക് ഈ കണ്ടന്റിലേക്ക് ശ്രദ്ധിക്കേണ്ടി വരും, ഈ ശബ്ദത്തിന്റെ ക്രമീകരണങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടി വരും. അതെങ്ങനെയാണ് ഒരു വെല്ലുവിളിയാണ് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം? നമ്മൾ എപ്പോഴും പറയുന്ന ശബ്ദമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കും. പെട്ടെന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ 2025-ലാണ് നിൽക്കുന്നത്. വലിയ അതായത് നമ്മൾ ദിവസം കാണുന്നുണ്ടല്ലോ ഇങ്ങനെ ഓരോ ആൾക്കാരും വ്യത്യസ്തത എന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പോലും പറ്റാത്ത രീതിയിൽ ആണ് ഓരോ ദിവസം. അപ്പൊ അത് ഒരുപക്ഷെ വളർന്നു വരുന്ന കുട്ടികൾക്കൊരു അതുപോലെ ഈ ചെറിയ ശബ്ദം അനുകരിച്ചുകൊണ്ട് കലോത്സവ വേദികളിലൂടെ വരുന്ന കുട്ടികൾക്കൊരു വെല്ലുവിളിയാകുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ കുട്ടികളെന്ന് വെച്ചാൽ വളരെയധികം അപ്ഡേറ്റഡാണ്. കുട്ടികൾ വളരെ ന്യൂജൻ താരങ്ങളെയും അത് നല്ല സ്റ്റാൻഡേർഡിലേക്ക് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പിന്നെ ഈ AI പോലെയുള്ള സാങ്കേതിക വിദ്യയുടെയും ഒക്കെ ഒരു ടച്ചിങ് കുട്ടികളിലുണ്ട്. നല്ല വലിയ കലാകാരന്മാരാണ് ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുന്നത്. പക്ഷേ മറ്റൊരു കാര്യം, നമ്മുടെ ഈ ജഗദീഷ് അധ്യാപകനും കൂടിയാണ്. ജഗദീഷ് ഇത്തരം കോമഡി കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ ജഗദീഷ് ചില ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ക്ലാസ്സിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ചിലപ്പോൾ ചില വിദ്യാർത്ഥികൾ ആളറിയാം അമ്മ ആ സിനിമയുടെ പേരുണ്ടല്ലോ, ഓടരുതമ്മ ആളറിയാം. ആ സിനിമയിലത്തൊക്കെ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് ചിലപ്പോൾ കളിയാക്കാൻ ശ്രമിക്കും. പക്ഷേ അത് ആ സമയത്ത് ഞാൻ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ ക്ലാസ് എടുത്ത് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഒരു അധ്യാപകനായിട്ടുള്ള ജഗദീഷിനെ മാത്രമാണ് കാണുന്നത് എന്നുള്ളത്. ഒരുപക്ഷെ മിമിക്രിക്കാരനായിട്ടുള്ള ഒരു അധ്യാപകനെ അത് കൂടുതൽ കണക്ട് ചെയ്യാൻ കഴിയും. ഏതെങ്കിലും സാർ ക്ലാസ് എടുത്തുമ്പോൾ സാറിന്റെ ശബ്ദം അനുകരിക്കുന്ന സംഭവങ്ങളോ അല്ലെങ്കിൽ ഈ സാറിന് മിമിക്രി ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് കുട്ടികളെ എന്തെങ്കിലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടോ? അതെ, ഞാൻ നമ്മുടെ ഈ കോവിഡിന്റെ സമയത്തൊക്കെ ഈ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ മിമിക്രിയിലൂടെ രാഷ്ട്രീയ നേതാക്കളുടെയും അതുപോലെ തന്നെ സിനിമാ താരങ്ങളുടെ ശബ്ദത്തിൽ 5 ചാപ്റ്റർ 10ാം ക്ലാസ്സിൻ്റെ അവതരിപ്പിച്ചു. അത്യാവശ്യം ഒരുപാട് ചാനലത് സംപ്രേഷണം ചെയ്തു. ജനവും എനിക്ക് തോന്നുന്നു സംപ്രേഷണം ചെയ്തു, നിഖിലിൻ്റെ. അതെ. അപ്പോൾ അത് വളരെ സന്തോഷമാണ്. പിന്നെ ലഹരിക്കെതിരായിട്ടുള്ള ആ ഒരു മിമിക്രി അത് കുട്ടികളിലേക്ക് ഞാൻ ക്യാപ്ചർ ചെയ്തത് രാഷ്ട്രീയ നേതാക്കളും സിനിമാ താരങ്ങളും അത് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിലായിരുന്നു. അതും അത്യാവശ്യം അല്ലേ. അത് ഏതായാലും നമുക്കിപ്പോൾ മറ്റു വാർത്തകളുടെ തിരക്കിലേക്ക് പോവുകയാണ്. കലോത്സവം വീണ്ടും 9:30യോടുകൂടി അതിന്റെ തിരക്കിലേക്ക് പോകുന്നു. ഏതായാലും നമ്മോട് സഹകരിച്ചതിന് ഏറ്റവും വളരെ നന്ദി. ഇനിയും കാണണം, തുടർന്നുള്ള ദിവസങ്ങളിലൂടെ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. തിരു ആനന്ദപൂരം, തിരുവനന്തപുരം അതിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. തിരു ആനന്ദപൂരത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ദേവിക, നമുക്ക് കലോത്സവ വാർത്തകൾ കൊടുക്കണം, പക്ഷെ അതേസമയം പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാവും അല്ലേ? അതെ, തിരു ആനന്ദപൂരത്തിൽ ഒരു പൂരമുണ്ട്, അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. യെസ്. അപ്പോൾ മറ്റു വാർത്തകളുടെ പൂരം അതുകൂടെ നമ്മൾ അവതരിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. പൂരം കലക്കൽ വിവാദത്തിൽ ADGP മനോജ് എബ്രഹാം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന കണ്ടെത്തൽ, പോലീസ് ഒഴികെ മറ്റ് വകുപ്പുകൾക്കൊന്നും വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ്. ഈ വാർത്തയുടെ കൂടുതൽ
വിവരങ്ങളുമായിട്ട് പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, എന്തായാലും പൂരം കലക്കൽ അതൊരു വലിയൊരു വിവാദമായിട്ട് ഇപ്പോഴും അവശേഷിക്കുകയാണ്. പോലീസിന് മാത്രമേ വീഴ്ച സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് ADGP, ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ADGP മനോജ് എബ്രഹാം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിലെ മറ്റ് പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? അനിൽ, ഇത് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ത്രിതല അന്വേഷണമാണ് പോലീസ് അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്നു വരുന്നത്. അതിൽ ഒരു ഭാഗം മാത്രമാണ് അല്ലെങ്കിൽ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട മാത്രം റിപ്പോർട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഇതിലെ പോലീസിന്റെ വീഴ്ചകൾ സംബന്ധിച്ച അന്വേഷണം നടത്തുന്നത് ക്രൈംബ്രാഞ്ചാണ്. അതോടൊപ്പം ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ വിവിധ വകുപ്പുകൾ പൂരം അലങ്കോലമാക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന ഒരു ആരോപണം ഉയർന്നു കേട്ടിരുന്നു. ആ ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന, മറ്റു വകുപ്പുകളുടെ വീഴ്ചകൾ സംബന്ധിച്ച പരിശോധന നടത്തിയ ADGP മനോജ് എബ്രഹാമാണ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ പരാമർശിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രധാനമായും അന്വേഷിക്കപ്പെട്ടത് വനം, മറ്റ് ജില്ലാ ഭരണകൂടം, തദ്ദേശം, എക്സ്പ്ലോസീവ് വിഭാഗങ്ങൾ എന്നിവയുടെ വീഴ്ചകൾ സംബന്ധിച്ചുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ പരിശോധനയായിരുന്നു ADGP മനോജ് എബ്രഹാം നടത്തിയത്. ഇതിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ADGP കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ കൂടുതൽ ജാഗ്രതയും സുരക്ഷയും ഒക്കെ ഒരുക്കി വേണം ഇത്തരം കാര്യങ്ങൾ പൂരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളൊരു ശുപാർശ കൂടി അദ്ദേഹം സമർപ്പിക്കുന്നുണ്ട്. ഏതാണ്ട് 20ഓളം ശുപാർശകളാണ് ഇത് സംബന്ധിച്ച് മനോജ് എബ്രഹാം നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായി അല്ലെങ്കിൽ എടുത്തു പറയേണ്ടത് എക്സ്പ്ലോസീവ് ഭാഗവുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് ഈ പൂരം നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ വെടിക്കെട്ടിനും മറ്റുമുള്ള അനുമതി നൽകുന്നതിനപ്പുറത്തേക്ക് ഈ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഈ മേഖലകളിൽ ഉണ്ടാകാറില്ല, അല്ലെങ്കിൽ വെടിക്കെട്ട് നടക്കുന്ന പ്രദേശങ്ങളിൽ ഉണ്ടാകാറില്ല എന്നുള്ളൊരു നിരീക്ഷണം അദ്ദേഹം നടത്തുന്നുണ്ട്. എക്സ്പ്ലോസീവ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ, ജില്ലാ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് പോലെയുള്ള ഈ വെടിക്കെട്ട് നടത്തുന്നതിന് ചുമതലയുള്ള അല്ലെങ്കിൽ അതിൽ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥർ ഈ മേഖലയിലേക്ക് എത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അത്തരം ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലും നിരീക്ഷണത്തിലും മാത്രമേ വെടിക്കെട്ട് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇദ്ദേഹം നൽകിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശ. മറ്റു കാര്യങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പോലീസിന്റെ വീഴ്ച സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് നടത്തുന്ന അന്വേഷണം, അതോടൊപ്പം ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, ഈ ത്രിതല അന്വേഷണത്തിന്റെ ഒരു ഭാഗം പൂർത്തിയാക്കി ADGP മനോജ് എബ്രഹാം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. അനിൽ നമ്പ്യാർ. ശരി, എന്തായാലും അനിൽ, നമുക്ക് വളരെയധികം ഒരു ദുഃഖ വാർത്ത കൂടി ഒരു മണിക്കൂറിൽ പങ്കുവെക്കേണ്ടതുണ്ട്. കാരണം കൊല്ലം ചടയമംഗലത്ത് നിന്ന് ഒരു ദുഃഖ വാർത്ത വരികയാണ്. അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന കാറും ടൂറിസ്റ്റ് ബസ്സും ഇടിച്ച് 2 മരണം സംഭവിച്ചിരിക്കുകയാണ്. നാഗർകോവിൽ രാധാപുരം സ്വദേശികളായ ശരവണൻ, ഷൺമുഖൻ ആചാരി എന്നിവരാണ് മരിച്ചത്. 3 കുട്ടികൾക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവർ ചികിത്സയിലാണ്. അവരുടെ ആരോഗ്യനിലയെക്കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട്. മനോജ് ചേരുന്നുണ്ട്. മനോജ്, നമുക്കറിയാം തിരുവനന്തപുരം ഇപ്പോൾ വളരെയധികം സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഇത്തരം ഒരു ദുഃഖവാർത്ത കൂടി നമ്മളെ തേടി എത്തിയിരിക്കുന്നത്. നിലവിൽ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? മറ്റ് വിവരങ്ങളും കൂടി. രാത്രി 11:30 കൂടിയാണ് അപകടമുണ്ടാകുന്നത്. ഇപ്പോൾ ചികിത്സയിലുള്ള 3 പേരുടെയും നില, അവർക്ക് ഗുരുതര പരിക്കുകളുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും രാത്രി 11:30 കൂടി ശബരിമല ദർശനം കഴിഞ്ഞ് നാഗർകോവിൽ ഭാഗത്തേക്ക്, അതായത് ഈ കന്യാകുമാരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറാണ് ടൂറിസ്റ്റ് ബസ്സുമായി ഇടിച്ചത്. തുടർന്ന് ആ കാറിന്റെ ആ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഭാഗികമായും, അതായത് മുൻഭാഗം മുഴുവനും തകർന്ന നിലയിലാണ്. ഈ മുൻഭാഗത്തിരുന്നവരാണ് 2 പേർ മരിച്ചതായി ആദ്യം വിവരം ലഭിച്ചിട്ടുള്ളത്. ഈ മരിച്ച, അതായത് ശരവണനെയും അതോടൊപ്പം തന്നെ ഷൺമുഖനെയും ഒക്കെ ഇത്തരത്തിൽ അവരെല്ലാം ബന്ധുക്കളാണ്. ഈ കാറിലുണ്ടായിരുന്ന 5 പേരും ബന്ധുക്കളാണ് എന്നുള്ള കാര്യമാണ്. 30 വയസ്സുള്ള ശരവണനും അതോടൊപ്പം തന്നെ 70 വയസ്സുള്ള ഷൺമുഖൻ ആചാര്യയുമാണ് മരിച്ചത്. ഇവർ ദർശനം കഴിഞ്ഞ് മടങ്ങി വരവെ ഇത്തരത്തിൽ കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കുട്ടികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. അവരെ 3 പേരെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്നു ഈ ടൂറിസ്റ്റ് ബസ്. തുടർന്നാണ് രാത്രിയോടെ ഈ ഒരു നെട്ടേത്തറയിൽ അപകടമുണ്ടാകുന്നത്. ചടയമംഗലത്തിലെ ജംഗ്ഷന് സമീപമാണ്. എന്തായാലും ബസ് ഈ കാറിൽ ഇടിച്ച ശേഷം മറ്റൊരു മതിലിലേക്ക് ഇടിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും രാത്രിയോടുകൂടി തന്നെ നാട്ടുകാരും അതോടൊപ്പം തന്നെ ചടയമംഗലം പോലീസും സ്ഥലത്തെത്തി ഈ വാഹനത്തിൽ നിന്നും കാറിൽ നിന്നും ഇവരെ പുറത്തെടുത്ത്, അതായത് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു. അവിടെ തന്നെയാണ് ഒരാളുടെ മൃതദേഹമുള്ളത്. തുടർന്ന് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്കും അവിടെ നിന്നും മെഡിക്കൽ കോളേജിലും ഒക്കെ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ദുഃഖകരമായിട്ടുള്ള വാർത്ത തന്നെ
തന്നെയാണ് രാത്രിയോടുകൂടി അറിഞ്ഞത്. എന്തായാലും ഇനി മറ്റുള്ളവരുടെ നില കൂടെ അങ്ങനെ ചികിത്സ നൽകി വരികയാണ്. അവരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നുള്ള വിവരമാണ് വരുന്നത്. പുത്തൻപുലരിയിലേക്ക് വീണ്ടും പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ നേരത്തെ ദേവിയെടുത്ത് പറയായിരുന്നു, അതായത് നല്ല വാർത്തകളാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാം അല്ലേ, ദുഃഖവാർത്തകൾ പറയാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. നേരത്തെ ഒരു അപകട വാർത്ത ദേവിക ആ വാർത്ത വായിച്ചു. ഇപ്പോഴിതാ മലപ്പുറത്ത് നിന്ന് മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. അതായത് മലപ്പുറത്ത് കാട്ടാനയുടെ ചവിട്ടേറ്റ് ഒരു വനവാസി യുവാവ് മരണപ്പെട്ടു. കരുളായി മാഞ്ചേരി പൂച്ചപ്പാറ കോളനിയിലെ മണിയാണ് മരിച്ചത്. ഇന്നലെ രാത്രി ആയിരുന്നു ഇദ്ദേഹത്തെ കാട്ടാന ആക്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, കാട്ടാനകളുടെ ആക്രമണം അതിപ്പോൾ കേരളത്തിലൊരു വാർത്തയല്ലാതായി മാറിയിരിക്കുകയാണ്. ഇപ്പോഴിത് വീണ്ടും നിലമ്പൂർ പരിസരത്ത് കാട്ടാനാക്രമണത്തിൽ ഒരു വനവാസി യുവാവ് കൂടി മരണപ്പെട്ടിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ ശിവദാസ്? നമ്പ്യാർ, കഴിഞ്ഞ 3 ആഴ്ചക്കുള്ളിൽ മാത്രം ഇത് 3 പേരുടെ ജീവനാണ് കാട്ടാന എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ രാത്രിയിലാണ് ഏകദേശം 7 മണിയോടെയാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ ഉൾവനത്തിൽ മാഞ്ചേരിയിൽ ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു യുവാവ് കൂടി മരിച്ചത്. മാഞ്ചേരി പൂച്ചപ്പാറ കോളനിയിലെ മണി എന്ന യുവാവാണ് മരിച്ചിരിക്കുന്നത്. 35 വയസ്സാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. മകളെ പാലേമാടുള്ള ഒരു പട്ടികവർഗ ഹോസ്റ്റലിൽ കൊണ്ടാക്കി, അതായത് ക്രിസ്മസ് അവധിക്ക് മകൾ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. തിരിച്ച് പാലേമാട് അവധിക്ക് മകൾ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. തിരിച്ച് പാലേമാടുള്ള ഹോസ്റ്റലിൽ കൊണ്ടാക്കി തിരിച്ച് വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഇന്നലെ രാത്രി ഏകദേശം 7:30 ശേഷമാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കൂടെ അദ്ദേഹത്തിൻ്റെ 2 സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു. ഈ 2 സുഹൃത്തുക്കളും ആ സമയത്ത് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അതായത് ഉൾവനത്തിലാണ് ഈ ഒരു സംഭവം, അപകടം ഉണ്ടായിരിക്കുന്നത്. കാട്ടാന ആക്രമിച്ചത് ഇവർ ചോലനായ്ക്ക വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ഇവർ കാടിൻ്റെ ഉൾവനങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ്. ഗുഹയ്ക്കുള്ളിലും അതോടൊപ്പം തന്നെ ചെറിയ കുടിലുകൾ കെട്ടി കാടിൻ്റെ ഉൾവശത്ത് താമസിക്കുന്ന വനവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ്, ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇപ്പോൾ ഏകദേശം ഈ ചോലനായ്ക്ക വിഭാഗത്തിൽപ്പെട്ടവർ ഈ ഭാഗത്ത് മാഞ്ചേരി പൂപ്പാറ കോളനിയിൽ ഏകദേശം 110ഓളം ആളുകൾ മാത്രമാണ് ഉള്ളത്. അങ്ങനെ ഏകദേശം കരുളായി എന്ന പ്രദേശത്ത് നിന്നും ഏകദേശം 20 കിലോമീറ്റർ ഉള്ളിൽ, 25 കിലോമീറ്ററോളം ഉള്ളിൽ ഉള്ള ഒരു പ്രദേശമാണ് പൂച്ചപ്പാറ കോളനി. ഈ കോളനിയിലേക്ക് പോകുമ്പോൾ പൂച്ചപ്പാറ കോളനിക്ക് അടുത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. കാട്ടാന തുമ്പിക്കൈ കൊണ്ട് തലയ്ക്ക് അടിക്കുകയായിരുന്നു. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന 2 പേരും ഓടി രക്ഷപ്പെട്ടു. ഈ സമയത്ത് അടികൊണ്ട മണി താഴെ വീഴുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ രക്ഷപ്പെട്ട ആളുകളാണ് ഫോറസ്റ്റ് അധികൃതരെ വിവരം അറിയിച്ചത്. പിന്നീട് രാത്രി ഏകദേശം 9:30 ഫോറസ്റ്റ് അധികൃതർ ഈ സംഭവ സ്ഥലത്തെത്തി പിന്നീട് മണിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ആ സമയത്ത് മരിച്ചിരുന്നില്ല. പിന്നീട് രാത്രി ഏകദേശം 11 മണിയോടെയാണ് മണി മരിച്ചത്. ഇപ്പോൾ നിലവിൽ മണിയുടെ മൃതദേഹം നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലാണ് ഉള്ളത്. അനിൽ നമ്പ്യാർ. ശിവദാസ്, ഒരു കാര്യം കൂടി അറിയാനുണ്ട്. ശിവദാസ്, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കാട്ടാന ആക്രമണം അത് കേരളത്തിലൊരു വാർത്തയല്ലാതായി മാറിയിരിക്കുന്നു. ശിവദാസ്, ഈ കാട്ടാനയുടെ ആക്രമണങ്ങൾ അത് പെട്ടെന്നുണ്ടാകുന്നതല്ല. ഇത് പ്രതിരോധിക്കാൻ ജില്ലാ ഭരണകൂടം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്? തീർച്ചയായും മലപ്പുറത്ത് നിലമ്പൂരും അതോടൊപ്പം തന്നെ നിലമ്പൂരിന് തൊട്ടടുത്തുള്ള മേഖലകളെല്ലാം തന്നെ ഇത്തരത്തിൽ വന്യജീവി ശല്യം രൂക്ഷമായ ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് കരുളായി മേഖലയെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ വന്യജീവി ശല്യം രൂക്ഷമായ ഒരു മേഖലയാണ്. ഇവിടങ്ങളിൽ നിരവധി ആളുകൾ കൃഷി ഉപജീവന മാർഗമായിട്ടാണ് സ്വീകരിച്ച് ജീവിക്കുന്നത് തന്നെ. അത്തരത്തിൽ ഒരു മലയോര പ്രദേശം കൂടിയാണ്. ഇവിടെ കാട്ടാനകളും അതോടൊപ്പം തന്നെ കാട്ടുപന്നികളും അടക്കം പല സമയങ്ങളിലും ഇറങ്ങി കൃഷിയെ നശിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ആളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. പലതവണ ഇതുമായി ബന്ധപ്പെട്ട് അധികാരികൾക്ക് കത്തുകളും അതോടൊപ്പം തന്നെ പരാതികളും അടക്കം നൽകിയിട്ടും ഇതിൽ കൃത്യമായൊരു നടപടികളൊന്നും തന്നെ ഇതുവരെ എടുത്തിട്ടില്ല. ഇക്കഴിഞ്ഞ 2 ആഴ്ച മുൻപ് വരെ ഇത്തരത്തിൽ കരുളായി ഭാഗത്തൊരു പ്രതിഷേധം എല്ലാം തന്നെ നടന്നിരുന്നു. കൃഷി നശിപ്പിച്ചതിൽ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം നടന്നിരുന്നു. ഫെൻസിംഗ് അടക്കമുള്ളവ സ്ഥാപിക്കണം എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. വനംവകുപ്പും ഇക്കാര്യത്തിൽ നിസ്സംഗത തുടരുകയാണ്. അവരുടെ കൈവശം
കാര്യമായ ആയുധങ്ങളോ അല്ലെങ്കിൽ ഇത് പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ല. ജീവനക്കാരും വളരെ കുറവാണ്. വനംവകുപ്പിൽ ഉള്ള ജീവനക്കാർ അടക്കം വളരെ കുറവാണ്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയിട്ടും ഈ ഭാഗത്തുള്ള പൊതുജനങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടും സർക്കാർ അനങ്ങാപ്പാറ നയം ഇപ്പോഴും തുടരുക തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വന്യജീവി ശല്യത്തിൽ കൂടുതൽ ജീവനുകൾ നഷ്ടമാകുന്നതും. അനിൽ, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചൊരു സ്ഥലം മുനമ്പം. അവിടുത്തെ ജനങ്ങളെ നമുക്ക് ഒരിക്കലും വിട്ടുകളയാൻ കഴിയില്ല. പക്ഷേ അതിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സമരപ്പന്തലിൽ വളരെയധികം പ്രക്ഷോഭങ്ങൾ നടന്നു. പക്ഷെ സർക്കാർ തിരിഞ്ഞു നോക്കുന്നൊരു സാഹചര്യം പോലും അവിടെ ഉണ്ടായില്ല. പക്ഷെ പുതിയ ഒരു സമര രീതിയിലേക്ക് അവർ കടക്കുകയാണ്, മനുഷ്യച്ചങ്ങല. അതെ, തീർച്ചയായും ദീപിക, കാരണം ജനം ടി വി ആണല്ലോ ഈ വിഷയം വളരെ സജീവമായിട്ട് എടുത്തത്. ജനം ടി വി മാത്രമേ ഇത് കൈകാര്യം ചെയ്തിട്ടുള്ളൂ. 2 ജനസഭ അവിടെ സംഘടിപ്പിച്ചതാണ്. അപ്പോൾ ദേവിക നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏത് സമരമുറ സ്വീകരിച്ചു കഴിഞ്ഞാലും സമാധാനപരമായിട്ടുള്ള സമരമുറയാണ് അവർ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ വിഷയം അതിപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അത് ലോകം അറിഞ്ഞിട്ടുണ്ട്. അതിജീവനത്തിനായിട്ടുള്ള ഒരു പോരാട്ടമാണ്. അപ്പോൾ മറ്റൊരു മാർഗം ഇപ്പോൾ കമ്മീഷനൊക്കെ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. കമ്മീഷൻ തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. വളരെ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകും ഈ വിഷയത്തിൽ എന്നാണ് പ്രതീക്ഷിക്കുന്നത്, മുനമ്പത്തുകാർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഒരു ഭാഗത്ത് അവരുടെ പ്രതിഷേധം അറിയിച്ചു കൊണ്ടിരിക്കുന്നു. അനിൽ, നമുക്കറിയാം ഈ കിടപ്പാടം നഷ്ടപ്പെടുന്നവരുടെ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. പക്ഷെ അവര് പറയുന്നത് ഭൂമാഫിയയാണ്, റിസോർട്ട് മാഫിയാണെന്നെല്ലാം മുദ്രകുത്തി അവരെ വെറുക്കപ്പെട്ടവരാക്കാൻ വേണ്ടി ശ്രമിക്കുന്നൊരു ഗൂഢനീക്കം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും ജനം TV പോലെയുള്ള മാധ്യമങ്ങൾ അത് ഒരിക്കലും അത്തരം നീക്കങ്ങളിലേക്ക് നമ്മൾ കടക്കില്ല. അത്ര ശ്രദ്ധ അത്തരം വിവാദങ്ങൾക്ക് നമ്മൾ നൽകില്ല. കാരണം അവരുടെ കിടപ്പാടമാണ് നമ്മുടെ ഏറ്റവും പ്രധാന. തീർച്ചയായും കേരളം മലയാളികൾ ഒക്കെ മനസ്സിലാക്കേണ്ടത്, അതായത് ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. കാരണം അതിജീവനമാണ്. ഇവരൊന്നും വെറുതെ വലിഞ്ഞു കയറി വന്നതല്ല. അവർക്ക് കൃത്യമായിട്ട് അവർ എത്രയോ കാലമായിട്ട് അവരെ അടച്ചുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ അവരെ വഴിവിട്ട രീതിയിലാണ് അവർ ആ ഭൂമി അവർ തരപ്പെടുത്തിയതെങ്കിൽ അതിന് ഉത്തരവാദികൾ സർക്കാർ തന്നെയാണ്, റവന്യൂ വകുപ്പ് തന്നെയാണ്. വേണ്ടത്ര പരിശോധന റവന്യൂ വകുപ്പ് നടത്തിയിട്ടില്ല എന്നാണ് പറയേണ്ടത്. പക്ഷേ എങ്കിലും ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വാദങ്ങൾ ഉയർന്നിട്ടുണ്ട്. മുനമ്പം ഭൂമി പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് അത് വഖഫ് ഭൂമിയല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും അവർക്ക് അറിയേണ്ടത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ്. കാരണം ടെൻഷൻ അടിച്ച് അവരുടെ ജീവിതം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരിട്ട് മനസ്സിലാക്കിയതാണ്. ഈ അനുഭവിച്ചതിന് ശരിക്കും കോടികളുടെ നഷ്ടപരിഹാരം വേണം. കാരണം അത്രത്തോളം മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതിൽ നമുക്കറിയാം അവിടെ ഏറ്റവും കൂടുതലുള്ളത് ഈ ക്രിസ്തീയ മതവിശ്വാസികളാണ്. ക്രിസ്മസിന് പോലും പട്ടിണി കിടന്ന് സമരം ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും അത് അംഗീകരിച്ച് കൊടുക്കാൻ സാധിക്കില്ല. കേരള സമൂഹത്തിന്, നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് അതൊരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ സാധിക്കില്ല. രേഷ്മ ബാബു അവിടെ നിന്ന് ചേരുന്നുണ്ട്. രേഷ്മ, ഈ മനുഷ്യച്ചങ്ങല എന്ന പുതിയ ഒരു സമരമുറയിലേക്ക് കടക്കേണ്ട ഗതികേടിലാണ് മുനമ്പം ജനത എന്ന് പറയേണ്ടി വരും. കാരണം ആരും അവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഭരണപക്ഷമോ പ്രതിപക്ഷമോ അവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. സമരസമിതി അംഗങ്ങൾ തന്നെ നമ്മളോട് പറഞ്ഞതാണ് BJPയും ജനം TVയും അല്ലാതെ മറ്റാരും അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന്. ആ ഒരു ഗതികേടിനെ തുടർന്ന് അവർക്ക് വീണ്ടും മനുഷ്യച്ചങ്ങല എന്നൊരു നീക്കത്തിലേക്ക് കൂടി കടക്കേണ്ടി വരികയാണ്. ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ അടക്കം ഈ ഒരു മനുഷ്യച്ചങ്ങലയിൽ അതെ പങ്കെടുക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ മനുഷ്യച്ചങ്ങല ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് ആരംഭിക്കുന്നത്. മുനമ്പം സമരപ്പന്തൽ മുതൽ അതോടൊപ്പം തന്നെ വൈപ്പിൻ വരെയാണ് ഈ മനുഷ്യച്ചങ്ങല നീളുന്നത്. അതോടൊപ്പം തന്നെ വൈപ്പിൻ വരെയാണ് ഈ മനുഷ്യച്ചങ്ങല നീളുന്നത്. ഈ അതേസമയം തന്നെയാണ് മുനമ്പത്തെ തീരദേശ ജനത നടത്തുന്ന റിലേ നിരാഹാര സമരം ഏകദേശം 85 ദിവസം പിന്നിടുകയാണ്. നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ BJP മാത്രമാണ്, BJP ഉൾപ്പെടെയുള്ള സംഘടനകളും മറ്റ് ദേശീയവാദ പ്രസ്ഥാനങ്ങളും മാത്രമാണ് ഇത്തരത്തിൽ മുനമ്പത്തെ തീരദേശ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി നടത്തിക്കൊണ്ട് ആദ്യഘട്ടം മുതൽ രംഗത്തുള്ളത്. ഇടതു വലത് മുന്നണികളാകട്ടെ ഒരു വാഗ്ദാനം മാത്രം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും ഇടതു വലത് മുന്നണികൾ ആ സമരപ്പന്തലിൽ എത്തുമ്പോൾ അവരോടൊരു നിഷേധാത്മക നിലപാട് സമരക്കാർ സ്വീകരിച്ച ഒരു സാഹചര്യമുണ്ട്. അത് എന്തുകൊണ്ടെന്നാൽ അവരോട് ഇന്ന് വരെ ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലപാട് വ്യക്തമാക്കാൻ ഈ UDF-നോ LDF-നോ സാധിച്ചില്ല എന്നുള്ളതാണ്
ഇതിൽ ഏറ്റവും വ്യക്തം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മനുഷ്യച്ചങ്ങലയിൽ പ്രധാനപ്പെട്ട വൈദികരടക്കം പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അതായത് കോട്ടപ്പുറം രൂപതാ മെത്രാനായിട്ടുള്ള ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ അടക്കമുള്ള വൈദികരാണ് ഇന്ന് വൈകുന്നേരം നടക്കുന്ന 4 മണിക്ക് നടക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഒപ്പം തന്നെ മുനമ്പത്തെ തീരദേശവാസികളെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. വൈപ്പിൻ വരെയുള്ള ആളുകൾ ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന മുനമ്പത്തെ ഭൂവുടമകൾക്ക് അവരുടെ റവന്യൂ അവകാശങ്ങൾ തിരികെ ലഭിക്കുക, അതുവരെയാണ് ഈ സമരം തുടരുന്നത്. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ഓരോ ഇടവകയിൽ നിന്നും ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ സംഘടനകളും ഒപ്പം തന്നെ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഒക്കെ തന്നെ എല്ലാ ദിവസവും ഈ പറയുന്ന മുനമ്പത്തെ സമരപന്തലിലേക്ക് എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ വഖഫ് അധിനിവേശവുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ടത്. അതായത് വഖഫ് അവകാശവാദം ഉന്നയിച്ച തർക്ക പ്രദേശത്ത് അത് പരിശോധന നടത്തി ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷൻ മുനമ്പം സന്ദർശിച്ചത്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ കഴിഞ്ഞ ദിവസം മുനമ്പം സന്ദർശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത മാസത്തോടെ റിപ്പോർട്ട് നൽകുമെന്നാണ് രാമേന്ദ്രൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന തർക്ക പ്രദേശം അല്ലെങ്കിൽ വഖഫ് അവകാശവാദം ഉന്നയിച്ച പ്രദേശം എന്ന് പറയുന്നത് അത് ഒരു സാധാരണക്കാർ താമസിക്കുന്ന ഇടമാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കൂടുതൽ ഭാഗവും അതായത് 404 ഏക്കറോളം ഭൂമിയിലാണ് വഖഫ് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ബഹുഭൂരിപക്ഷം ഭൂമിയും കടലെടുത്ത് പോയൊരു സാഹചര്യമുണ്ട്. ബാക്കിയുള്ള ഭൂമി എത്ര ഏക്കറുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന കമ്മീഷൻ പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന രേഖകൾ ഉള്ളവർക്ക് അവിടെ ആധികാരികമായിട്ട് രേഖകൾ ഉണ്ടോ, ഒപ്പം തന്നെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണോ അവർ പറയുന്നത്, അതോടൊപ്പം അത് അവർക്ക് താമസിക്കാനായിട്ടുള്ള അവകാശം അവിടെ പുനഃസ്ഥാപിച്ച് കിട്ടുവാൻ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു വഴി ഉണ്ടാകുമോ, ഇതടക്കമുള്ള കാര്യങ്ങളും ജുഡീഷ്യൽ കമ്മീഷന്റെ പരിഗണനയിൽ വരുന്നുണ്ട്. എന്നാലും അതിർത്തി എവിടം വരെയാണുള്ളത്, ഒപ്പം അതിന്റെ കടലെടുത്ത് പോയ ഭാഗം എത്രത്തോളം ഉണ്ട്, ബാക്കി കഴിച്ചിട്ടുള്ള എത്ര ഏക്കർ ഭൂമിയിലാണ് ഈ പറയുന്ന തർക്കം ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളും ജുഡീഷ്യൽ കമ്മീഷൻ വ്യക്തത വരുത്തുകയും ചെയ്യും. എന്തായാലും ജനുവരി 15 ഏകദേശം 10 കൂടി തന്നെ ഒരു ആദ്യത്തെ ഹിയറിംഗ് ആരംഭിക്കുമെന്നാണ് ജുഡീഷ്യൽ കമ്മീഷൻ കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഈ ഹിയറിംഗ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പരാതിക്കാരായിട്ടുള്ള ഭൂവുടമകൾ, അതോടൊപ്പം തന്നെ എതിർപക്ഷത്ത് നിൽക്കുന്ന വഖഫ് ബോർഡ്, മറ്റാളുകൾ, ഇവരുടെയൊക്കെ വാദഗതികൾ കേൾക്കേണ്ടതുണ്ട്. ഇവർ നേരത്തെ തന്നെ നിലവിൽ ഇപ്പോൾ മറുപടി കൊടുക്കാനായിട്ട് ആകെ ഉള്ളത് ബാക്കിയുള്ളതെന്ന് പറയുന്നത് വഖഫ് ബോർഡ് മാത്രമാണ്. ഈ വഖഫ് ബോർഡിന്റെ കൂടി മറുപടി ലഭിച്ചതിന് ശേഷം മാത്രമേ ഈ ഹിയറിംഗ് ജുഡീഷ്യൽ കമ്മീഷന് ആരംഭിക്കുവാനും സാധിക്കുകയുള്ളൂ. എന്തായാലും ഹിയറിംഗിൽ അടക്കം തങ്ങളുടെ വാദഗതികൾ ഈ പറയുന്ന ഭൂവുടമകൾ മുന്നോട്ട് വയ്ക്കും. നേരത്തെ തന്നെ അവർ രേഖകൾ നൽകുക ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ രേഖാമൂലമുള്ള മറുപടിയും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിരവധി വൈദികർ ജുഡീഷ്യൽ കമ്മീഷനെ നേരിട്ട് കണ്ടുകൊണ്ട് തങ്ങളുടെ ആശങ്കകൾ പറയുകയും ചെയ്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ അനിൽ നമ്പർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർക്ക് പോകാനായിട്ട് മറ്റൊരു ഇടമില്ല എന്നുള്ളത് തന്നെയാണ്. അത് കഴിഞ്ഞ ദിവസം ജുഡീഷ്യൽ കമ്മീഷൻ സന്ദർശിച്ച സമയത്ത് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. വൃദ്ധരായിട്ടുള്ള ആളുകളടക്കം കരഞ്ഞു പറയുകയാണ് അവർക്ക് പോകാൻ മറ്റൊരിടമില്ല. അവരുടെ മക്കളുടെ, കൊച്ചുമക്കളുടെ വിവാഹം, അവരുടെ വിദ്യാഭ്യാസ ആവശ്യം, ഇതിനൊക്കെ ലോൺ എടുക്കുന്ന സമയത്താണ് ഈ വഖഫിന്റെ അവകാശവാദം വലിയൊരു വിലങ്ങ് തടിയായിട്ട് ഇവരുടെ മുന്നിലേക്ക് വരികയും സാമ്പത്തികമായിട്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്ക് അനുഭവിക്കേണ്ടി വരികയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ കമ്മീഷനിൽ വലിയൊരു പ്രതീക്ഷ സമരക്കാരാണെങ്കിലും ഈ പറയുന്ന ഭൂവുടമകൾ എല്ലാവരും വെച്ചു പുലർത്തുന്നുണ്ട്. ജുഡീഷ്യൽ കമ്മീഷൻ ഒരു ഉറപ്പ് നൽകിയിട്ടുള്ളത് കൃത്യമായിട്ട് ആധികാരികമായിട്ട് രേഖകൾ പരിശോധിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കാം എന്നുള്ള ഒരു ഉറപ്പ് ജുഡീഷ്യൽ കമ്മീഷൻ മുനമ്പത്തെ സമരസമിതിയോട് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് കൂടി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇവർക്ക് ഈ പറയുന്ന വഖഫ് അവകാശവാദം ഉന്നയിക്കപ്പെട്ട ഭൂമിയിൽ കരമടച്ചുകൊണ്ട് അല്ലെങ്കിൽ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ നടപടിയിലേക്ക് കടക്കാനും സാധിക്കും. എന്തായാലും നിലവിലെ ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ സന്ദർശനത്തിൽ വലിയ രീതിയിലുള്ള തൃപ്തി ഈ പറയുന്ന സമരസമിതിയാണെങ്കിലും മുനമ്പത്തെ തീരദേശ ജനതയാണെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് രേഷ്മ ബാബു നൽകിയിരിക്കുന്നത്. വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ടാണ്. എല്ലാ കാര്യങ്ങളും അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്തായാലും മുനമ്പം ജനതയ്ക്ക് അവരുടെ ഈ സമരത്തിന് മാത്രമല്ല അവരുടെ ഈ മനുഷ്യച്ചങ്ങലയ്ക്ക് ജനൻ TV-യുടെ ഐക്യദാർഢ്യം കൂടി ഇവിടെ അറിയിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോകുന്നു. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ അല്ലേ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിലുണ്ട്, രാജ്യതലസ്ഥാനത്തുണ്ട്. 12,200 കോടി രൂപയുടെ വികസന പദ്ധതികളാണ്
ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. നമോ ഭാരത് ഇടനാഴി, ഡൽഹി മെട്രോ 4ാം ഘട്ടം, ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ ഉദ്ഘാടന കർമ്മമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. രോഹിണിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. കഴിഞ്ഞ ദിവസം 4000 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി ഡൽഹിക്ക് സമർപ്പിച്ചിരുന്നു. നമ്മുടെ ഊർജ്ജസ്വലനായ റിപ്പോർട്ടർ ഗൗതം അനന്തനാരായണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ഗൗതം, എന്തായാലും വളരെ സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ മുന്നോട്ട് പോവുകയാണ്. BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആദ്യഘട്ട പട്ടിക പുറത്തിറക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം, പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം, അത് എത്രത്തോളം പ്രതീക്ഷയോടുകൂടിയാണ് ഡൽഹിയിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്? ഗൗതം. അനിൽ നമ്പ്യാർ, കഴിഞ്ഞ ദിവസം 4000 കോടി രൂപയുടെ വിവിധ പദ്ധതികൾ രാജ്യതലസ്ഥാനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിച്ചതാണ്. അതുകൂടാതെയാണ് ഇന്നിപ്പോൾ 12,200 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ തുടക്കം കുറിക്കൽ പരിപാടിയിൽ പ്രധാനമന്ത്രി ഇന്നിപ്പോൾ ഡൽഹിയിലെ രോഹിണിയിൽ പങ്കെടുക്കാൻ പോകുന്നത്. അദ്ദേഹം പ്രധാനമായി ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഒന്ന് ഡൽഹി മെട്രോയുടെ 4ാം ഘട്ടമാണ്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. അതോടൊപ്പം തന്നെ നമോ ഭാരത് ഇടനാഴി, അശോക് വിഹാർ മേഖലയിലാണ് ഈ നമോ ഭാരത് ഇടനാഴി നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം, അതോടൊപ്പം തന്നെ രോഹിണിയിലൊരു പുതിയ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ രാജ്യതലസ്ഥാനത്തെ ജനങ്ങളുടെ പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള 12,200 കോടി രൂപയുടെ പദ്ധതിക്ക് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ തന്നെ തുടക്കം കുറിക്കുന്നു എന്നതാണ്. പ്രത്യേകിച്ച് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായി വരികയാണ്. ഈ ആഴ്ച തന്നെ ഒരുപക്ഷെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി ഉൾപ്പെടെ പ്രഖ്യാപിക്കാൻ പോകുന്നു. അതിനാൽ ഇന്നത്തെ ഈ ഒരു സമ്മേളനം അതൊരു പൊതു റാലിയാണ്. അതിലാണ് ഈ ഉദ്ഘാടന കർമ്മവും പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുമെന്നത് വളരെ ശ്രദ്ധേയമാകും. കഴിഞ്ഞ ദിവസം സ്വാഭിമാൻ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉൾപ്പെടെ ഉദ്ഘാടന കർമ്മം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചിരുന്നു. സ്വാഭിമാൻ അപ്പാർട്ട്മെൻറ്റ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് രാജ്യതലസ്ഥാനത്ത് നമുക്കറിയാം ഡൽഹിയിൽ വർഷങ്ങളായി ചേരി പ്രദേശങ്ങളിൽ വളരെ കഷ്ടതകൾ അനുഭവിച്ച് സ്വന്തമായി വീടില്ലാതെ താമസിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ പുനരധിവാസം ലക്ഷ്യമിട്ടുകൊണ്ടാണ് 1600 ഫ്ലാറ്റുകൾ കഴിഞ്ഞ ദിവസം സാധാരണ ജനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിച്ചത്. അതുകൂടാതെയാണ് ഇന്നിപ്പോൾ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മം രോഹിണിയിൽ പ്രധാനമന്ത്രി നിർവഹിക്കാൻ പോകുന്നത്. അനിൽ നമ്പ്യാർ. ശരി, അങ്ങനെ തന്നെയാണ്. അനിൽ, നമുക്കറിയാം ഇനി നമ്മൾ തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അവിടെ പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഫോളോ ചെയ്തൊരു വാർത്തയായിരുന്നു ഈ സനാതന ധർമ്മത്തിന്മേലുള്ള മുഖ്യമന്ത്രി വിജയന്റെ വിവാദ പ്രസ്താവന. അതുമായി ബന്ധപ്പെട്ട് സമുദായ നേതാക്കന്മാരെല്ലാം അതെ, അതാണിപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ CPM-ൽ. കാരണം മുഖ്യമന്ത്രിക്ക് പിന്നാലെ സംസ്ഥാന സെക്രട്ടറി കൂടി ഇത്തരം ഒരു പരാമർശം നടത്തിയപ്പോൾ അത് CPM-നുള്ളിൽ കൂടി വളരെ വലിയൊരു പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പാർട്ടിയുടെ അടിത്തറയെ പോലും ഇത് ഇളക്കിയെടുക്കാൻ സാധ്യതയുണ്ട്. കാരണം വലിയൊരു സമൂഹത്തെയാണ് അധിക്ഷേപിക്കുന്നത്. അവരുടെ വിശ്വാസങ്ങളിലേക്കും അവരുടെ ആചാരങ്ങളിലേക്കും അനാവശ്യമായി കടന്നു ചെല്ലുന്ന ഈ CPM-ന്റെ നേതാക്കന്മാരുടെ പ്രവണത ശരിയല്ല എന്ന് പാർട്ടിയിൽ നിന്ന് കൂടി ശബ്ദങ്ങൾ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുകയാണ്. പൊതുസമൂഹത്തിൽ അത് വലിയ ചർച്ചാ വിഷയമായി കഴിഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെയായിരുന്നു. വിവരമില്ലായ്മ ഒരു ഭൂഷണമായിട്ട് കൊണ്ടു നടക്കുന്നവരെ എന്ത് പറയും എന്നുള്ളതാണ്. നോക്കൂ, ഈ സനാതനധർമ്മം വർത്തമാനകാലത്തെ അശ്ലീലമായി മാറി എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് പറയുന്നത്. ഉത്തരവാദപ്പെട്ട ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് MV ഗോവിന്ദൻ. മാത്രമല്ല, ഇപ്പൊ നോക്കൂ, ഈ ഹിന്ദുക്കളുടെ വോട്ടുകൾ മൊത്തം BJP-ക്കല്ല ലഭിക്കുന്നത്. ഹിന്ദുക്കളുടെ വോട്ടുകൾ കേരളത്തിൽ CPM-ന് ലഭിക്കുന്നുണ്ട്. അപ്പൊ ആ ഹിന്ദു ധർമ്മത്തെ, ഹൈന്ദവ ജനതയെ അധിക്ഷേപിക്കുന്ന ഒരു പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന്. അതെ, ഒരു സമൂഹത്തെയും അടച്ചാക്ഷേപിക്കാൻ പാടില്ല. പക്ഷേ സമുദായ നേതാക്കന്മാരെല്ലാം ചോദിച്ചൊരു ചോദ്യമാണ് മറ്റ് മതങ്ങളെ തൊട്ട് കളിക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്ന്. പക്ഷേ ആ ധൈര്യം ഇതുവരെ മുഖ്യമന്ത്രി കാണിച്ചിട്ടില്ല എങ്കിൽ പോലും പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, പൊതുജനങ്ങൾക്കിടയിൽ അത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. പൊതുജനങ്ങളെല്ലാം മുഖ്യമന്ത്രിക്കും MV ഗോവിന്ദനും എതിരെ തിരിയുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ സമ്മർദ്ദമാണ് ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതല്ലേ. കാരണം ജില്ലാ സമ്മേളനങ്ങളിലടക്കം ഇവർക്കെതിരെ വലിയ വിമർശനമാണ് നേതൃത്വത്തിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും ഇപ്പോൾ കൃത്യമായ പൊട്ടിത്തെറി പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും, അല്ലേ?
ദേവിക, വലിയ വിമർശനം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറിയും ഈ രീതിയിൽ ഹൈന്ദവ അധിക്ഷേപവുമായി ഒരുപക്ഷെ വലിയ മുറിപ്പാട് സൃഷ്ടിക്കുന്ന രീതിയിലേക്കുള്ള പരാമർശങ്ങളുമായൊക്കെ രംഗത്ത് വന്നതിൽ വിമർശനങ്ങൾ ശക്തമാകുന്നുണ്ട്. പ്രത്യേകിച്ച് CPM-നുള്ളിൽ നിന്ന് പോലും മുന്നണിക്കുള്ളിൽ നിന്ന് പോലും ഈ രീതിയിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ ഭിന്നിപ്പ് എതിർപ്പുകൾ എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ഹൈന്ദവ ജനതയുടെ വിശ്വാസ പാരമ്പര്യങ്ങളെ ഏകപക്ഷീയമായി കടന്നാക്രമിക്കുന്നത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നേതാക്കൾ എല്ലാവരും കരുതുന്നത്. പ്രത്യേകിച്ച് ഒരു വിവാദമില്ലാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഇല്ലാതിരിക്കുന്ന സമയത്ത് അനാവശ്യമായി ചില പരാമർശങ്ങൾ നടത്തി അതും അതീവ രൂക്ഷമായ രീതിയിൽ ഒരു വിശ്വാസ പാരമ്പര്യത്തെ പൂർണ്ണമായും അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി നേരത്തെ അനിൽ ചൂണ്ടിക്കാട്ടിയതുപോലെയാണ്. ഇതിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന നേതാക്കളുടെ ഒരു മാനസികതയിലേക്ക് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ഏത് സാഹചര്യത്തിലാണ് ഇത്തരം വളരെ മോശമായ രീതിയിലേക്ക് ഒരു മതവിശ്വാസത്തെ അല്ലെങ്കിൽ ഒരു ധാർമ്മിക ചിന്തയെ അധിക്ഷേപിക്കാൻ കഴിയുന്നതെന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യം ഇപ്പോൾ CPM-നുള്ളിൽ തന്നെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പരാമർശം കഴിഞ്ഞു, അത് അവിടെ അവസാനിക്കണമായിരുന്നു. അതിനുശേഷം ഒരു ഡാമേജ് കൺട്രോളിന് പോലും ശ്രമിക്കാതെ CPM സംസ്ഥാന സെക്രട്ടറി ഹൈന്ദവ വിശ്വാസങ്ങളെ, സനാതന ധർമ്മത്തെ അശ്ലീലമെന്ന രീതിയിൽ വിമർശിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അപഹസിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുള്ളത് വലിയ ഒരു ഭിന്നിപ്പിന് തന്നെ ഇപ്പോൾ മുന്നണിയിലുമൊക്കെ കാര്യമായിട്ടുണ്ട്. കാരണം എല്ലാവരും പറയുന്നത് ഇടത് ജനാധിപത്യ മുന്നണിയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകളൊന്ന് ഹിന്ദു സമൂഹമാണ്, ഭൂരിപക്ഷ സമൂഹമാണ്. അപ്പോൾ ഈ ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ വിശ്വാസങ്ങളെ ഈ രീതിയിൽ അവഹേളിക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ചയ്ക്ക് കാരണമാകുമെന്ന് അവർ കൃത്യമായി പറയുന്നു. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സമയമാണ്. മുഖ്യമന്ത്രിയുടെ മുഖം കാട്ടിക്കൊണ്ട് വോട്ട് ചോദിച്ചാൽ വോട്ട് കിട്ടാത്തൊരു തലത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളതും ഈ നേതാക്കൾക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരമടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സർക്കാരിൻ്റെ വീഴ്ചകൾ, ക്ഷേമ പെൻഷൻ വിതരണത്തിലെ അടക്കമുള്ള വീഴ്ചകളുടെയൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കി ഈ ജനവിഭാഗങ്ങളെ അകറ്റാനുള്ള ശ്രമം സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും CPM സംസ്ഥാന സെക്രട്ടറിയുടെയും ഒക്കെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ നേതാക്കൾ ചോദിക്കുന്നത്. നമ്മളിതിൽ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത് ഇതേ സമാനമായ മുഖ്യമന്ത്രിയുടെ പരാമർശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മന്ത്രി KB ഗണേഷ് കുമാർ സ്വീകരിച്ചൊരു നിലപാടുണ്ട്. ക്ഷേത്രകാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് അത് തന്ത്രിയും മറ്റുമാണ്, അതിൽ മറ്റുള്ളവർക്ക് അതിൽ സ്റ്റേക്കില്ല എന്നുള്ള കാര്യം. അപ്പോൾ സ്വന്തം മുന്നണിയിലെ സ്വന്തം മന്ത്രിസഭയിലെ ഒരു മന്ത്രി വരെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെ തിരുത്തി രംഗത്ത് വരാൻ തയ്യാറെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അത്ര വലിയ അതൃപ്തി മുന്നണിയിലും പാർട്ടിയിലും ഒക്കെ രൂപപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ നിന്ന് പ്രവർത്തിക്കുന്ന നേതാക്കൾക്കൊക്കെ ഇത് വലിയ രീതിയിൽ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും വരുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട സമ്മേളന വേദികളിലെല്ലാം ഈ രീതിയിലുള്ള വിമർശനങ്ങൾ സജീവമാകും. അനാവശ്യമായി ഭൂരിപക്ഷ സമുദായത്തെ അല്ലെങ്കിൽ ഭൂരിപക്ഷ വിഭാഗങ്ങളെ കടന്നാക്രമിക്കുകയും കാലങ്ങളായി തങ്ങൾക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ഉണ്ടായിരുന്ന വോട്ട് അത് ഒഴിവായി പോകാൻ കാരണമാകുന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ പോകുന്നതിലാണ് അതൃപ്തി ഉണ്ടാകുന്നത്. അതോടൊപ്പം നമ്മൾ നേരത്തെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന അല്ലെങ്കിൽ വിലയിരുത്തലുകൾ CPM തന്നെ വിലയിരുത്തിയ ഒരു കാര്യമുണ്ട്. CPM-ൽ നിന്ന് ഭൂരിപക്ഷ സമുദായങ്ങളുടെ വോട്ട് ഒഴുകി മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് BJP-യിലേക്ക് മറ്റും പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിന്നിരുന്നു. ആ പാഠത്തിൽ നിന്ന്, ആ ഒരു തിരിച്ചടിയിൽ നിന്ന് പോലും പാഠം പഠിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല, CPM സംസ്ഥാന സെക്രട്ടറി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം നിലപാടുകളിൽ ഒരു പുനർചിന്തനം വേണം എന്നുള്ളതും ഈ പറയുന്ന ഘടകകക്ഷികളടക്കം ആവശ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരം ഒരു അഭിപ്രായത്തിലേക്ക്, ഒരു നിലപാടിലേക്ക് ഈ നേതാക്കൾ പോയിട്ടുണ്ട്. നേരത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലടക്കം നടത്തിയ അമിതമായ മുസ്ലിം പ്രീണനം തിരിച്ചടി ഉണ്ടാക്കിയതുപോലെ ഈ ഹൈന്ദവ അധിക്ഷേപവും സർക്കാരിന് വലിയ രീതിയിൽ അല്ലെങ്കിൽ CPM-ന് ഇടതു മുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഈ നേതാക്കളെല്ലാം കണക്കുകൂട്ടുന്നത്. എന്തായാലും പൊതുസമൂഹത്തിലും വലിയ പ്രതിഷേധങ്ങൾ ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് BJP പോലെയുള്ള സംഘടനകളൊക്കെ വലിയ വിമർശനവുമായി മുഖ്യമന്ത്രിയുടെ CPM സംസ്ഥാന സെക്രട്ടറിയുടെയും ഈ പരാമർശങ്ങൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഹൈന്ദവ സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. തുടർച്ചയായ ഇത്തരം അധിക്ഷേപങ്ങൾ സംബന്ധിച്ചാണ് ഈ വിമർശനങ്ങൾ എല്ലാം ശക്തമാകുന്നത്. നേരത്തെ ഈ മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ചില തീവ്ര നിലപാടുകാരുടെ സംഘടന CPM പറഞ്ഞിരിക്കുന്നത് MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ചർച്ച ആരംഭിച്ചിട്ടുണ്ട് എന്നാണ്. വളരെയധികം നന്ദി പ്രജിത് മോഹൻ വിവരം നൽകിയത്. കണ്ടില്ല.
വീണ്ടും കലോത്സവ വാർത്തകളിലേക്ക് പോവുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഈ സമയത്ത് ഒരു അതിഥി കൂടി ഉണ്ട്, തേജാലക്ഷ്മി. തേജാലക്ഷ്മി കഴിഞ്ഞ 2 സ്കൂൾ കലോത്സവങ്ങളിൽ എ ഗ്രേഡോടെ മിമിക്രിയിൽ തിളങ്ങിയതാണ്. എ ഗ്രേഡോടെ തിളങ്ങിയതാണ്. തേജാലക്ഷ്മി മാത്രമല്ല, തേജാലക്ഷ്മിക്ക് എല്ലാ പ്രോത്സാഹനവും നൽകുന്ന തേജാലക്ഷ്മിയുടെ അച്ഛനും ഉണ്ട്, ഷൈജു പേരാമ്പ്രയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങ് പൊളിക്കാൻ പോവാണല്ലേ തേജാലക്ഷ്മി? യെസ് തേജാലക്ഷ്മി, എന്തായാലും പെർഫോമൻസ് കഴിഞ്ഞല്ലോ അല്ലേ? 7-നാണ് പെർഫോമൻസ്. അപ്പോൾ എന്തായാലും എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ല. അതൊരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. പക്ഷേ എങ്ങനെ പൊതുവെ ഈ മിമിക്രി രംഗത്തേക്ക് വരാനുള്ള കാരണം എന്താണ്? അച്ഛൻ തന്നെയാണോ? അച്ഛൻ മിമിക്രി ആർട്ടിസ്റ്റാണ്, ഗുരുവാണ്. അച്ഛൻ്റെ ഒരു മിമിക്രി ഒക്കെ ചെയ്യുന്നതാണ് എനിക്ക് ചെയ്യണം എന്ന് തോന്നുന്നു. അങ്ങനെ അച്ഛൻ പഠിപ്പിക്കുന്ന അച്ഛൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്, അപ്പോൾ അവർ പഠിപ്പിക്കുമ്പോൾ ഞാനും ചെയ്തു വെക്കും. അങ്ങനെ അച്ഛൻ എന്നെ പഠിപ്പിച്ചു തുടങ്ങി. എത്ര വയസ്സോട്ട് അച്ഛൻ പഠിപ്പിച്ചു തുടങ്ങി? ഞാൻ ചെറുതാവുമ്പോഴേ ചെയ്യായിരുന്നു. പിന്നെ കലോത്സവം ഹൈസ്കൂൾ മുതലായതുകൊണ്ട് 8ാം ക്ലാസ് മുതൽ ചെയ്യുന്നു. മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല കയ്യില്, അല്ലെ? മാസ്റ്റർ പീസ് അല്ലെ? അതിൽ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം, ആ കയ്യിലെ കെട്ട് പ്രേക്ഷകർ കാണാതെ പോകുന്നത്. കയ്യിൽ എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം പറഞ്ഞിട്ട് ആരാ തല്ലി ഓടിച്ചത്? അയ്യോ, ഞാൻ എക്സാം കഴിഞ്ഞ് വരുമ്പോ വീണതാ. പക്ഷെ ആ ഒരു സ്പിരിറ്റ് അല്ലേ അനിൽ? കൈ ഇത്രത്തോളം പരിക്കേറ്റിരിക്കുമ്പോൾ പോലും ആ വേദിയിലേക്ക് എത്തി ഇവിടെ നിന്ന് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഒരു വിഘാതമല്ല. പക്ഷെ അനിൽ മറ്റൊരു കാര്യമുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഞാൻ മിമിക്രി വേദികൾ കൈയടക്കി എന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല അനിൽ. പക്ഷെ ആ ഒരു ക്ഷീണം ഇതിലൂടെ എനിക്ക് തീർക്കണം, കാരണം ഞാനും ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ പഴയിടത്തിന്റെ കലവറയിൽ എന്നാണ് അനിൽ പറയുന്നത്. പക്ഷേ ദേവിക മാസ്റ്റർ ഇവിടെ ഉണ്ട്. അപ്പൊ ഒരു പരീക്ഷണം എന്തായാലും ഇവിടെ നടക്കും. യെസ്, അപ്പൊ തേജാലക്ഷ്മിയുടെ പെർഫോമൻസിലേക്ക് പോവാം. തേജാലക്ഷ്മി, കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൽ അല്ലേ എ ഗ്രേഡ് കിട്ടിയെന്നല്ലേ പറഞ്ഞേ? ആ പെർഫോമൻസ് എന്തായിരുന്നു? അതൊന്ന് കാണിക്കാം. അത് 2018 പ്രളയം അതാണ് തീം. അതെന്നെ ചെയ്യണ്ടത് അച്ഛന്റെ അനുഗ്രഹത്തോടു കൂടി തുടങ്ങാം. ഞാനും അച്ഛനോട് ചെയ്യാം. തീർച്ചയായും. യെസ് യെസ് യെസ്. നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്നു. പ്രളയത്താൽ പല ജില്ലകളും ഒറ്റപ്പെട്ടു. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ജീവരക്ഷയ്ക്കായി കരഞ്ഞുകൊണ്ടുള്ള വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. രക്ഷിക്കണം സാറേ, രക്ഷിക്കണം, നിങ്ങൾ ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കണം സാറേ. മനുഷ്യരെ പോലെ തന്നെ ഒറ്റപ്പെട്ട തുരുത്തുകളിൽ രക്ഷയും കാത്ത വളർത്തുമൃഗങ്ങൾ. മഴയിൽ തകർന്നുപോയ വീടുകളുടെ അറ്റകുറ്റപ്പണികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും. ഇപ്പോൾ കിട്ടിയ വാർത്ത, ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും ഗർഭിണിയായ യുവതിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കിട്ടിയ സന്തോഷ വാർത്ത, ഗർഭിണിയായ യുവതി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. താങ്ക് യു. അനില്, കുറച്ച് നാള് മുൻപത്തെ നമ്മളെ ന്യൂസ് റൂമിലേക്ക് നമ്മളെ എത്തിച്ചു അല്ലേ? ആ ഒരു ഓർമ്മകളിലേക്ക്, ആ പ്രളയത്തിന്റെ ഭീതികളിലേക്ക് നമ്മളെ കൊണ്ട് ഒരല്പസമയമെങ്കിലും. ആ സമയത്തൊക്കെ നമ്മളും ഒരുപാട് ടെൻഷനോടുകൂടി ആണ് നമ്മുടെ സ്റ്റുഡിയോയിലും അതുപോലെ ഡെസ്കിലൊക്കെ ഇരുന്ന ഒരു സമയം. അത് വീണ്ടും ആ ഒരു സ്മരണകളിലേക്ക് കൊണ്ടുപോയിരിക്കാൻ. അല്ല, നേരത്തെ എന്തോ പറഞ്ഞല്ലോ മിമിക്രി. അതെ, പക്ഷെ അനിൽ ആരും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇനി ആ ഒരു കാര്യം ഒന്നുമില്ല. ജനം ടിവിയിലെ പ്രേക്ഷകർ എന്നെ പുറത്താക്കും, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഒരിക്കലുമില്ല. അല്ല, ഷൈജു പേരാമ്പ്ര ഈ മേഖലയിലെ സജീവ സാന്നിധ്യമാണ്, ഒരു മാസ്റ്ററാണ്. അപ്പൊ ഒരു ചെറിയൊരു പെർഫോമൻസ് ആവാം. യെസ്, സ്പോട്ടിൽ മിമിക്രി പഠിപ്പിക്കും. അപ്പൊ നമ്മുടെ അനിൽ നമ്പ്യാറിനെ ഒരു മിമിക്രി പഠിപ്പിക്കാമോ? കാരണം അദ്ദേഹം വളരെയധികം സീരിയസ് ഏർപ്പെടുന്ന ആളാണ്. ചെയ്യാൻ പറ്റുന്ന ഐറ്റാണ്. എന്ത് ഐറ്റാണ് പറ? നിങ്ങളെ ഞാൻ ഒരു ഐറ്റം പഠിപ്പിക്കട്ടെ. നിങ്ങൾക്ക് ഊതാൻ അറിയാവും? അതും തന്നെ ഇങ്ങോട്ട് വലിക്കാൻ, അത് മൈക്ക് വെച്ചിട്ടൊന്ന് അതേക്കോട്ടെ. അത് കണ്ടിന്യൂ ചെയ്ത് എന്താ ശബ്ദം അറിയാം? പൈപ്പ് കട്ട് ചെയ്യണം.
അങ്ങനെ നമ്മുടെ കഠിന ഹൃദയനായ അനിൽ നമ്പ്യാരെ ഒരു മിമിക്രി താരമാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരൊറ്റ ചെയ്യാൻ പറ്റും. നിങ്ങളിതാ അപ്പൊ 4 പേർക്ക് കൂടി ഒരൊറ്റ ഐറ്റം ചെയ്താലോ? ഈ സാധനം ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ നമ്മൾ ചെയ്യാം. അപ്പൊ പാട്ട് പഠിക്കാം. പാട്ട് പഠിക്കാം. ഇളക് 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 നാഗ ഇളക് ഇളകിന്റെ മനുഷ്യയിലെ ഇളക് 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 നാഗ ഇളക് ഇളകിന്റെ മനുഷ്യയിലെ ഒരു കാര്യം കൂടി ചോദിക്കണം. തേജലക്ഷ്മി, ഈ മേഖലയിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? കാരണം ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ് അല്ലേ? അപ്പോൾ നമ്മൾ കൂടുതൽ എക്സൽ ചെയ്യണം. നമ്മൾ അവരെക്കാളും മറ്റുള്ളവരെക്കാളും നമ്മൾ ഒരുപടി മേലെ നിൽക്കണം അല്ലേ? ഇതിൽ എന്തൊക്കെയാണ് എന്തൊക്കെ ക്രമീകരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. അത് മിമിക്രി വേദിയാകുമ്പോൾ പുതിയ തീമുകൾ വേണമല്ലോ. ഇന്നൊരു മിമിക്രി ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ വീണ്ടും കേൾക്കുമ്പോൾ ആളുകൾക്ക് ഭയങ്കര വിരസത വരും. അപ്പം അതുകൊണ്ട് ഈ വർഷം ഞങ്ങൾ പുതിയ തീം നമ്മൾ ചൂരൽ മലയാണ്. കഴിഞ്ഞ വർഷം 2018 പ്രളയം, അതിന് മുന്നത്തെ ഫസ്റ്റ് വർഷം മനുഷ്യൻ ഭൂമിയും ചരിത്രങ്ങളിലൂടെ. അപ്പൊ ഈ വർഷം ചൂരൽ മലയാണ്. അതിവിടെ ചെയ്യുന്നില്ല. അവിടെ പോയിരുന്നോ? പോയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഒരാഴ്ച അവിടെ ഉണ്ടായിരുന്നു. ഒരാഴ്ച, അതിന്റെ മുന്നേ 2 മാസം ഞങ്ങൾ അവിടെ ഉണ്ട്. ഇവിടെ ഒരു പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. ചുരൽ മലേന്റെ ഓപ്പോസിറ്റ് മലയിൽ ഞങ്ങൾ ഉണ്ടായി. മഴ പെയ്തപ്പോൾ കൂടിയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. പുത്തൻ പുലരിയിലൂടെ സിനിമാ വിശേഷം കൂടെ ഒന്ന് പങ്കുവെച്ചേ. അവിടെയായിരുന്നു ഞങ്ങള് പ്രജാ കോർട്ട്. ഇപ്പൊ ഞാനൊരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹത്തനയോദയ, AK കുഞ്ഞിരാമൻ പണിക്ക് ഡയറക്ട് ചെയ്യുന്ന. അത് പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു മാസമാണ് റിലീസ് എന്ന് പറഞ്ഞത്. ഡേറ്റ് വന്നിട്ടില്ല. എന്തായാലും അത് ഒരു സസ്പെൻസ് ആയി ഇരിക്കുകയാണ്. ഈ ചൂരൽ മലയിലെ പെർഫോമൻസ് എല്ലാവരും ആ വേദിയിലേക്ക് എത്തി അത് കാണണമെന്ന് കൂടി നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളും ഉണ്ടാകും. 7-ാം തീയതി അല്ലേ? 7-ാം തീയതിയാണ് തേജാലക്ഷ്മിയുടെ പെർഫോമൻസ്. അതുകൊണ്ട് തേജാലക്ഷ്മിയുടെ പെർഫോമൻസ് എല്ലാവരും കാണുക. ആ സസ്പെൻസ് ബ്രേക്ക് ചെയ്തിരിക്കുന്നു. അതെ, സസ്പെൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ചൂരൽമലയാണ് വിഷയം. പക്ഷേ എങ്കിലും അത് എങ്ങനെ എത്ര ഭംഗിയായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്, ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ട് തേജാലക്ഷ്മി സ്റ്റേജിൽ പെർഫോം ചെയ്യുമോ എന്നൊക്കെ നമുക്ക് ഉറ്റുനോക്കാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് തേജാലക്ഷ്മി കേട്ടോ. ഇനി ഒരുപാട് വേദികളിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. അതുപോലെ ശ്രീ ഷൈജു, താങ്കളും ഈ മേഖലയിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. എന്തായാലും ഞാൻ സമയം ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ വരാം. കൂടുതൽ നമ്പറുകൾ കയ്യിലുണ്ടെങ്കിൽ അത് പറഞ്ഞു തരണം. വളരെയധികം നന്ദി. താങ്ക്സ്. എന്തായാലും രണ്ടുപേരെയും പരിചയപ്പെടാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാൻ അവസാനിപ്പിക്കാനുള്ള സമയമായി. പക്ഷെ ഞങ്ങൾക്ക് യാതൊരു മനസ്സുമില്ല അവസാനിപ്പിക്കാൻ. പക്ഷെ അവസാനിപ്പിച്ച് നൽകിയ മതിയാകൂ എന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് വാർത്തകൾ അവസാനിക്കുന്നില്ല. പലപ്പോഴായി കലോത്സവ വേദികളിൽ നിന്ന് ഞങ്ങൾ 2 പേരും ചേരുന്നതായിരിക്കും. കൃഷ്ണരാജും ഒപ്പം ചേരും. നമ്മുടെ റിപ്പോർട്ടേഴ്സ് എല്ലാം സജ്ജമായി. മാത്രമല്ല തേജാലക്ഷ്മിയെയും അതുപോലെ തേജാലക്ഷ്മിയെ പോലുള്ള കുട്ടികളെക്ക് എല്ലാവിധ പ്രോത്സാഹനം നൽകുന്ന ഷൈജുവിനെ പോലുള്ള മാതാപിതാക്കൾ, അവരെയും ജനം TV-യിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. കൂടുതൽ കലോത്സവ വാർത്തകളുമായിട്ട് നമ്മൾ വരും. കലോത്സവ വാർത്തകൾക്കായി നിങ്ങൾ കാത്തിരിക്കുക.